ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ നോക്കി, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. എ സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് amount to rupees 720 after 2 years, rupees 1020 after a year, further period of 5 years, find the principal value കണ്ടുപിടിക്കുക ആണ് ചോദ്യം. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. A sum of money lent out at simple interest of amount rupees 720 after 2 years and rupees 1020 after 5 years. After a period of 5 years, 2 വർഷം കഴിഞ്ഞ് പിന്നെ 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? അതാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് 720 രൂപയാണ്. 5 വർഷം കഴിഞ്ഞ്, 5 വർഷം എന്ന് പറയുമ്പോൾ 7 വർഷം മുമ്പ്, 7 വർഷം കൂടെ ആവും, അതായത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള 5 വർഷം. 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയത് 1020 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ്, 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇവരെ തമ്മിൽ കുറച്ചാൽ പോരെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ്, 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1020 നിന്ന് 720 കുറച്ചാൽ നമുക്ക് കിട്ടത്തില്ലേ? 300 കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. 5 വർഷത്തേക്കുള്ള സിമ്പിൾ ഉണ്ട്. പ്രിൻസിപ്പൽ എത്രയാണെന്ന് ചോദ്യം. ഇവിടെ പെർസെന്റേജ് വല്ലതും തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിനകത്ത്? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. ഇല്ല, ക്വസ്റ്റ്യനിൽ പെർസെന്റേജ് ഒന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു സം ഓഫ് മണി ലെൻഡ് ഔട്ട് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓഫ് rupees 720 ആഫ്റ്റർ 2 ഇയേഴ്സ്, rupees 1020 ആഫ്റ്റർ എ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 1020 ആയി. അങ്ങനെയാണ് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. യെസ്. അപ്പൊ നമുക്ക് അവിടുന്ന് ബാക്കി ഇനി എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മുടെ ഉള്ളത് 5 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. 5 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്, 5 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല 1 വർഷത്തേക്കുള്ളത് കണ്ടുപിടിക്കാം. 1 ഇയർ. 1 വർഷത്തേക്കുള്ളത് കാണാൻ എന്ത് ചെയ്താൽ മതി? 300/5 ചെയ്താൽ മതി. 2 വർഷത്തേക്ക് കാണണമെങ്കിലോ 300/5 എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 120 രൂപ എന്ന് കിട്ടും, 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ നോക്കി, 2 വർഷത്തേക്ക് ആ എമൗണ്ട് 720 രൂപയായിട്ട് മാറിയെന്നാ പറഞ്ഞത്. അപ്പൊ 720 രൂപയായിട്ട് മാറണമെങ്കിൽ മൈനസ് 120, അവിടെ എത്ര രൂപ ഇടണം? അപ്പം 600 രൂപ ഇട്ടെന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കത്തില്ല, ഓപ്ഷൻ ഏതായിരുന്നു? 600 വന്നത് സി ആണെന്ന് തോന്നുന്നു, ഓപ്ഷൻ സി. അപ്പൊ കേൾക്കാൻ ശ്രദ്ധിക്കാത്തവരുണ്ടോ? വന്ന് കയറിയവരുണ്ടോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ല, 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു എമൗണ്ട്, ഞാൻ എത്രയോ എമൗണ്ട് ബാങ്കിൽ ഇട്ടു, 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് 720 രൂപയായിട്ട് കിട്ടി. 720 രൂപയായിട്ട് കിട്ടി. ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ, 2 വർഷം കഴിഞ്ഞ് 5 വർഷം എന്ന് പറയുമ്പോൾ 7 വർഷമായി. 7 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കത് 1020 രൂപയായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയർ, 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സിലിണ്ടർ കുറച്ചാൽ മതി, കുറയ്ക്കുമ്പോൾ നമുക്ക് 300 രൂപ എന്ന് കിട്ടും. 300 രൂപ. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചാൽ നമുക്കറിയാം 300/5 ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയാൽ 2 വർഷത്തെ SI ആണെന്നേ കാണുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയർ, 2 വർഷത്തെ കാണാൻ ഈ 300/5 ചെയ്യുന്ന എത്രയാണോ അതേ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 120 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണം. എന്താ? 720 രൂപയായിട്ട് മാറിയിരുന്നു. എന്തുകൂടെ ചേർത്തിട്ട് അത് ഈ 120 രൂപയുടെ ചേർത്തിട്ട്. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ആരെന്ന് കിട്ടും? 600 രൂപ എന്ന് കിട്ടും. 600. ക്ലിയർ ആണെന്ന് നോക്കണേ, അല്ലെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. യൂസിംഗ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4 and 5 only once,
ഹൗ മെനി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4100? 41,000 ക്യാൻ ബി ഫോംഡ്. 41,000-ത്തേക്കാൾ വലിയ എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും? അതെങ്ങനെ ചെയ്യും? അവിടെ നോട്ടെ. ഇങ്ങനെ ചെയ്യും. ആ ബി എന്ന് ആൻസർ പറഞ്ഞു. ഒരാൾ, 2 പേര് പറഞ്ഞു, 3 പേര്, 2 പേര് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കവിടെ തന്നിരിക്കുന്ന 41,000-ത്തേക്കാൾ വലിയ നമ്പേഴ്സ് ആയിരിക്കണം. നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന 1, 2, 3, 4, 5 ഇത്രയും നമ്പേഴ്സ് തന്നേക്കുന്നത്. അപ്പൊ 41,000-ത്തേക്കാൾ വലുതാകണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഡിജിറ്റ് എന്തായാലും 4 or 5 ആയിരിക്കണം. 4 or 5 ആകാതെ 41,000-ത്തേക്കാൾ വലുതാവില്ല. സോ ഫസ്റ്റ് ഡിജിറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 ways. ഇവിടെ മൊത്തം 5 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് പ്ലേസ് എത്ര രീതിയിൽ പറ്റും? 4 രീതിയിൽ പറ്റും. തേർഡ് ഡിജിറ്റ് എത്ര രീതിയിൽ പറ്റും? 3 രീതിയിൽ പറ്റും. അടുത്ത എത്ര രീതിയിൽ പറ്റും? 2 രീതിയിൽ പറ്റും. അടുത്ത എത്ര രീതിയിൽ പറ്റും? 1 രീതി. എങ്കിലല്ലേ 1, 2, 3, 4, 5 5എണ്ണമായി. ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ? അതാണ് ആൻസർ, 48. ഇവിടുത്തെ ഒറ്റ കണ്ടീഷൻ ഇതേ ഉള്ളൂ, ഇവിടെ 2 എടുക്കാൻ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അവിടെ എന്തിനാ 2 എടുത്തേ? 41,000-ത്തേക്കാൾ വലുതാകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്ന യൂണിറ്റ് പ്ലേസ് അല്ല, ലാസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന സാധനം 4 or 5 ആയിരിക്കണമെങ്കിൽ ഇതിനേക്കാൾ വലുതുണ്ടാക്കാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ അവിടെ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. 2 × 4 × 3 × 2 × 1 48 കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ പോളിഗൺ ഹാസ് 27 ഡയഗണൽസ്. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദിസ് പോളിഗൺ. ഒരു പോളിഗൺ 27 ഡയഗണൽ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡുകളുടെ എണ്ണം എത്രയാണ്? ഈ പോളിഗൺ ഹാസ് 27 ഡയഗണൽസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദിസ് പോളിഗൺ, പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ ചെയ്യും. ഒരു പോളിഗണിന് 27 ഡയഗണൽസ് ഉണ്ടെങ്കിൽ അതിനെത്ര സൈഡ്സ് ഉണ്ടെന്ന് എങ്ങനെ ചെയ്യും? N2 എഴുതിയിരുന്നു. N2 എന്നാണോ? NC2 എന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ? NC2 - n എന്നാണ് ഇക്വേഷൻ വരിക. NC2 - n. NC2 എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് വരയ്ക്കാൻ 2 പോയിന്റ് ഉണ്ടെങ്കിലേ പറ്റൂ. അതാണ് 2. N സ്റ്റാൻഡ്സ് ഫോർ, N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വെർട്ടെക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 27 തന്നിട്ടുണ്ട്. അപ്പൊ NC2 - n എന്ന് പറയുന്നത് 27 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിലുള്ള പ്രശ്നം നമ്മൾ ഇതിനെ സോൾവ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പൊ NC2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, N × n - 1 ഡിവൈഡഡ് ബൈ 1 × 2 2 മൈനസ് n is equal to ആണ് 27 വരുന്നത്. ഈക്വൽ ടു 27. അപ്പൊ ഇവിടുന്ന് n കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷെ അതിനേക്കാൾ എളുപ്പം, നോർമലി അതിനേക്കാൾ എളുപ്പം ഇവന്റെ വാല്യൂ ഇതിനകത്ത് നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എനിക്ക് ഓപ്ഷനിൽ 12, 15, 16, 9 ഇത്രയും വാല്യൂസ് ഉള്ളത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 9 എന്ന് കിട്ടും. 9 ഇവിടെ കിട്ടുകൊടുത്ത 9 × 9 - 1 9 × 9 9 × 8 ഡിവൈഡഡ് ബൈ 2 - 9. അപ്പൊ 9 × 8 72, 72 2 36, 36 - 9 എന്ന് പറയുമ്പോൾ 27 എന്ന് കിട്ടും. സോ 9 is the right answer. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് എളുപ്പം. ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരെണ്ണം നെഗറ്റീവ് ആയിട്ട് ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് നിൽക്കും. അപ്പം പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാം. നിങ്ങൾക്ക് 2 ബോർഡും ഇതും കാണാം അവിടെ.
ബോർഡും ക്വസ്റ്റ്യൻ പേപ്പറും കാണാമോ? രണ്ടും കാണാമോ? അതാ ചോദ്യം. ചിലരില്ല എന്ന് പറയും, ചിലർ കാണാമെന്ന് പറയും. ആഹാ, ബോർഡ് മാത്രമേ കാണാവൂ. അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ മതി, സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ കാണാൻ പറ്റും. രണ്ടും കാണാം. അപ്പൊ എനിക്ക് രണ്ടും ഒരേ സമയം പറയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു, നാലാമത്തെ ക്വസ്റ്റൻ നോക്കി. എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു. എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇത് നമുക്ക് ചെയ്യാനായിട്ട്, ഇത് നേരത്തെ നമ്മൾ എടാ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയാൽ മതിടാ, കാണാടാ, നീക്കി നോക്കിയാൽ മതി. ഇല്ലാന്ന് മെസ്സേജ് ഇട്ടാൾ. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ സൂമിനകത്ത് നമുക്ക് ബോർഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ PDF ഷെയർ കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് ഈ PDF തന്നെ എഴുതാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ആ ഒരു പരിപാടി ഇല്ല. ഇപ്പൊ അപ്ഡേറ്റ് ആയതിനു ശേഷം, അത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു ജെർക്ക് വന്ന് കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നില്ല. അതിന്റെ കാര്യം അതാ. ഇപ്പൊ ഞാൻ ഈ ടാബിന്ന് അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടേക്കുക ബോർഡ്, മറ്റേത് കമ്പ്യൂട്ടറിൽ നിന്ന് ഷെയർ ചെയ്തിട്ടേക്കുക. സാറിന് അങ്ങനല്ല, ഇതിനകത്ത് തന്നെ നമുക്ക് ബോർഡ് ഉപയോഗിക്കുക, ഒരേ സമയം തന്നെ PDF ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതിനകത്ത് അനോട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ല. സാരമില്ല, നമുക്ക് എന്തായാലും കാണാമല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്ന എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്. ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു. ഞാൻ എഴുതിയൊന്നും വെക്കണ്ട, മനസ്സിൽ മാത്രം മതി ടേക്ക് ഓൺ ലോഗ് ഓൺ ബോത്ത് സൈഡ് എന്ന്. തൊട്ട് സ്റ്റെപ്പിൽ അപ്പൊ ലോഗ് എടുക്കുമ്പോൾ ലോഗ് ഓഫ് എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു വൈ ഇസ് ഇക്വൽ ടു ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതുകയാണ്, അപ്പൊ ബോർഡിലേക്ക് നോക്കിക്കോണം. വൈ വെളിയിലേക്ക് പോയാൽ വൈ ലോഗ് എക്സ് എന്ന് വരും. വൈ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗും ഇയുടെ ക്യാൻസൽ ആയി പോവും, എക്സ് പ്ലസ് വൈ എന്ന് വരും. ദെൻ സിമ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് രണ്ട് രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ പ്രോഡക്റ്റ് റൂളോ ക്വസ്റ്റൻ റൂളോ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ വൈ ലോഗ് എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു ഇവിടെ എക്സ് എന്ന് വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വൈ ഇനി കോമൺ എടുത്താൽ ലോഗ് എക്സ് മൈനസ് വൺ എന്ന് വരും. ലോഗ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ലോഗ് എക്സ് മൈനസ് വൺ എന്ന് വരും. ദെൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് കോഷ്യന്റ് റൂൾ. എന്തുവായിരുന്നു? ഡിനോമിനേറ്റർ ആരാ? ലോഗ് എക്സ് മൈനസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്, 1ന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പൊ ലോഗ് എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഡിനോമിനേറ്റർ ഇൻറ്റു എന്നുള്ളതിന്റെ ഡിനോമിനേറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതിൽ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്, 1ന്റെ ഡെറിവേറ്റീവ് 0. അത് രണ്ടും എഴുതിയില്ലാന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതിൽ പ്രശ്നമില്ല. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ബ്രാക്കറ്റിൽ ലോഗ് എക്സ് മൈനസ് 1 ഉണ്ട്, മൈനസ് ഇവിടുത്തെ എക്സും കട്ടായി പോയാൽ വീണ്ടും ഒരു മൈനസ് 1 വരും, ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെ വന്നാൽ നമ്മുടെ ഫൈനൽ ആൻസർ ലോഗ് എക്സ് മൈനസ് 2 ആവും. ലോഗ് എക്സ് മൈനസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻസറിലുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, കഴിയുമ്പോൾ ഓക്കെ എന്ന് പറയണേ, എന്നാലേ ഞാൻ കഴിഞ്ഞു എന്ന് അറിയത്തുള്ളൂ. നിങ്ങളാരും വീഡിയോ ഒന്നും ഓണാക്കാതിരിക്കുന്നുണ്ട്, എനിക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലല്ലോ. ആ സിംപ്ലിഫിക്കേഷൻ ഒന്നുകൂടെ ചെയ്യാമോ? പിന്നെന്താ വേണ്ടേ? y is equal to
എക്സ് ബൈ ലോഗ് എക്സ് മൈനസ് 1 എന്നായിരുന്നു ഘടന. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡി വൈ ബൈ ഡി എക്സ് ചെയ്തു. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഉള്ളത് ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ അടുത്ത സ്റ്റെപ്പിലോ ലോഗ് എക്സ് മൈനസ് 1 അതുപോലെ അവിടെ ഇരിക്കും. കാര്യം 1 കൊണ്ട് ഗുണിച്ചാൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. പിന്നെ ഈ മൈനസ് എക്സിന്റെ ഇവിടുത്തെ എക്സും അങ്ങ് വെട്ടിപ്പോവും. പിന്നെ അവിടെ ബാക്കിയുള്ളത് ഒരു -1 ആണ്. ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസറോ ലോഗ് എക്സ് മൈനസ് 2 എന്നാവും. ലോഗ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് -1 ആവത്തില്ലേ? ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് മൈനസ് 2 പിന്നെ ലോഗ് എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 7 തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 7. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7 തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7. നമ്മളോട് ചോദിച്ചേക്കുന്നേ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് സാറ്റിസ്ഫൈ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് മീനിങ്. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 25. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാടാ? എക്സ് സ്ക്വയർ പ്ലസ് 7 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 7 ഈക്വൽ ടു 25. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് 7 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 7 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ് കാണുന്നിടത്ത് എക്സ് സ്ക്വയർ പ്ലസ് 7 കൊടുക്കണം. അപ്പൊ എങ്ങനെ ഇരിക്കും? 2 ഇൻറ്റു എക്സ് കാണുന്നിടത്ത് എക്സ് സ്ക്വയർ പ്ലസ് 7 കൊടുത്തു, വെളിയിൽ ഒരു പ്ലസ് 7 ഉണ്ട്, ഈക്വൽ ടു ആരായി? 25. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x സ്ക്വയർ 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14 പ്ലസ് 7 ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2x സ്ക്വയർ ഈക്വൽ ടു 14 7 കൂട്ടിയാൽ 21 വരും. 21 അപ്പുറത്തേക്ക് പോയാൽ 25 മൈനസ് 21 ആയിട്ട് മാറും. അപ്പൊ 2x സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് √2 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷനിൽ സി ആണ്, -√2 ഓർ +√2. ചെയ്ത് നോക്കി. ആകുമ്പോ പറയണേ. ഓക്കെ ആയില്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ,
ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾ നോക്കൂ, ആറാമത്തെ ക്വസ്റ്റ്യൻ. On a certain sum, the simple interest at the end of 6 and 1/4 years, 6 and 1/4 years become 3/8 of the sum. The rate of interest എത്ര ആയിരിക്കും കണ്ടുപിടിക്കണം. ഓക്കെ, 6 and 1/4. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തുവായിരുന്നു? PRT/100 ആണ്. PRT/100, അതിൽ സംശയമൊന്നുമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എന്താണോ പ്രിൻസിപ്പൽ എമൗണ്ട് അതിന്റെ 3/8 ആയിട്ട് മാറും പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു 6 and 1/4 years. 6 and 1/4 years എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഫ്രാക്ഷൻ ആക്കാൻ മാറ്റി എഴുതാം. 6 ഇൻറ്റു ഇവിടെ R/100 ഉണ്ട്, R/100 ഇൻറ്റു അതിനൊന്ന് മാറ്റി കഴിഞ്ഞാൽ റിസൾട്ട് എത്തിയാൽ 25/4 എന്ന് കിട്ടും. ഫ്രാക്ഷൻ ആക്കിയാൽ അപ്പൊ 25/4. അപ്പം 6 കണ്ടുപിടിക്കണം. അതിന് PP ക്യാൻസൽ ആയി പോകും. ബാക്കിയെല്ലാം എടുത്തെഴുതി അത്ര മതി. ഇപ്പൊ എങ്ങനെ കിട്ടും? 3 ഇൻറ്റു അടിയിലുള്ള 100 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഇതിന്റെ അടിയിൽ ഒരു 8 ഉണ്ട്, അവിടുത്തെ മേളത്ത് 25 ഒടിഞ്ഞിപ്പുറത്ത് വരും, പിന്നെ ഇവിടെ 6 മാത്രമേ ഉള്ളൂ. അപ്പൊ 4ഉം 8 കട്ട് ചെയ്യാം, 2 വരും. 25 50 വരും, മേളിൽ കട്ട് ചെയ്യുമ്പോൾ 2 വരും. 3 ഇൻറ്റു 2 6 = 6% എന്ന് കിട്ടും. കണ്ട എളുപ്പത്തിൽ കിട്ടത്തില്ലേ? കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോ. സിമ്പിൾ ഇൻട്രസ്റ്റ് PRT/100 ആയിരുന്നു. ചോദ്യം നമ്മളോട് പറഞ്ഞ എന്താണ്? 6.25 വർഷം കഴിയുമ്പോൾ, 6.25 വർഷം എന്ന് പറഞ്ഞാൽ 25/4 ആണ്. അപ്പൊ 6.25 വർഷം കഴിയുമ്പോൾ ഇപ്പൊ P ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് R/100 എന്ന് എഴുതി. ഇൻറ്റു T നമുക്കറിയാം, അവർ തന്നിട്ടുണ്ട് 6.25 വർഷം 25/4. പ്രിൻസിപ്പൽ എമൗണ്ട് ആരായിട്ട് മാറുമെന്നാ പറഞ്ഞേ? സോറി, സിമ്പിൾ ഇൻട്രസ്റ്റ് 8/3 ഓഫ് ദ സമ്മിന്റെ, അതായത് നമ്മൾ ഇട്ട പൈസയുടെ 8/3 അല്ല 3/8 ആയിട്ട് മാറും. സോ 3/8 P ആയിട്ട് മാറും. സോ പിയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇനിയുള്ള ആരൊക്കെയാ? ഇവിടെ ഒരു 3 ന്യൂമറേറ്ററിലുണ്ട്. ഇവിടെ താഴെയുള്ള 100നെയും 4നെയും കൂടെ ഞാൻ മേളിൽ കൊണ്ടുവന്നു. 100 ഇൻറ്റു 4. ഇതിന്റെ താഴെ ഇവിടെ ഓൾറെഡി ഒരു 8 ഉണ്ട്, അവിടെ 25 മുകളിൽ കിടക്കുന്നു. അയാളെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവും, ഈക്വൽ ടു ഇവിടെ 6 കിട്ടും. ഇതിനെ കട്ട് ചെയ്താൽ മതി. 25 ഇൻറ്റു 100 4 ആണ് ഇവിടെ വരുന്നത്. 4ഉം 8 കട്ട് ചെയ്താൽ 2 വരും. 2ഉം 4 കട്ട് ചെയ്താൽ 2 വരും. 3 ഇൻറ്റു 2 ഗുണിക്കുമ്പോൾ 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഗുണിച്ച് നോക്കിയാൽ 6% എന്ന് കിട്ടും. ഓക്കെ ആണോ? നോക്കി. ഓക്കെ, ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് A+B+C=0 ആണ്. A+B+C 0 ആണെങ്കിൽ A²+B²+C² AB എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കത് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കിയിടാം. A+B+C=0. A+B+C=0. അങ്ങനെയാണെങ്കിൽ A+B= എനിക്ക് -C എന്ന് എഴുതാം. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ രണ്ട് സൈഡിൽ ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. A+B². അപ്പൊ അപ്പുറ സൈഡിൽ -C സ്ക്വയർ എടുത്താൽ C² എന്ന് വരും. A+B² എക്സ്പാൻഡ് ചെയ്താൽ A² + 2AB + B² എന്ന് വരും. അതറിയാമല്ലോ. ഈക്വൽ ടു അപ്പുറത്താറുണ്ട്, C² ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ A² + B² ഇവിടെ ഇടുന്നു. അവിടെ ഓൾറെഡി ഒരു C² ഉണ്ട്. ഈ +2AB ഞാൻ അപ്പുറം കൊണ്ടുപോയി. ഇപ്പൊ -2AB ആയിട്ട് മാറി. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാനൊരു A² ഇട്ടു, പ്ലസ് ഒരു B² ഇട്ടു. ഞാൻ ഇവിടെ ഒരു C² ആഡ് ചെയ്യുന്നു. അങ്ങനെ വെറുതെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതേപോലെ ഒരു C² ഞാൻ അപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്യണം. അപ്പൊ C² - 2AB + C². അപ്പൊ ഇവിടെ A² + B² +
സി സ്ക്വയർ ഈക്വൽ ടു ദാണ്ട് ഇവിടെ ഒരു സി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സി സ്ക്വയർ ഉണ്ട്, രണ്ടും കൂടെ ചേർത്താൽ 2c സ്ക്വയർ മൈനസ് 2ab എന്ന് കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ, ലാസ്റ്റ് സ്റ്റെപ്പിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ നിന്ന് ഒരു 2 ഇനി കോമൺ എടുത്താൽ ആൻസർ ആയിരുന്നു വരും നോക്കി, സി സ്ക്വയർ മൈനസ് എ ബി എന്ന് വരും. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഏതാടാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് എ ബി യെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ? 2 ഇൻറ്റു സി സ്ക്വയർ മൈനസ് എ ബി ആണെന്ന് കണ്ടുപിടിച്ചില്ലേ? ഡിവൈഡഡ് ബൈ താഴെ എന്തോ ഉള്ളത്? സി സ്ക്വയർ മൈനസ് എ ബി അല്ലേ ഉള്ളത്. അപ്പൊ സി സ്ക്വയർ മൈനസ് എ ബിയും സി സ്ക്വയർ മൈനസ് എ ബിയും കൂടെ കട്ടായി പോവും. ഫൈനൽ ആൻസർ നമുക്ക് ആരെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് വേറൊരു മാർഗം ഉള്ളതെന്ന് വെച്ചാല്, വേറൊരു എളുപ്പവഴി എന്നൊക്കെ പറയാം. എയും ബിയും സിയും കൂട്ടുമ്പോൾ 0 കിട്ടും എന്നല്ലേ പറഞ്ഞു? എയും ബിയും സിയും കൂട്ടുമ്പോൾ 0 കിട്ടും. അപ്പൊ 3 നമ്പറുകളെ നമ്മൾ റാൻഡം ആയിട്ട് കണ്ടെത്തണം. കൂട്ടുമ്പോൾ 0 കിട്ടണം. 3ഉം 0 ആക്കി കളയരുത്. 0 അല്ലാത്ത 3 നമ്പറുകളെ കണ്ടെത്തണം. അവസാനം പറഞ്ഞു ഒന്നുകൂടെ പറയാമോ? നോക്കല്ലേ അവസാനം പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാണ്ട് അവസാനം പറഞ്ഞ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യത്തിൽ തന്നേക്കുന്നതാണ്ട് ഈ സാധനമാണ്. ഇതെന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ഇത് അങ്ങോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്താ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് പകരം അത് കൊടുത്തു. എന്നിട്ട് ആ സി സ്ക്വയർ മൈനസ് എ ബിയും സി സ്ക്വയർ മൈനസ് എ ബിയും വെട്ടിപ്പോയി. ബാക്കി അവിടെ ആര് വരും? 2 വരും. ഇത്രയുള്ള പരിപാടി. അല്ലെങ്കിൽ നീ ഗുണിച്ചേക്കുന്ന സി സ്ക്വയർ മൈനസ് എ ബി ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ നിനക്ക് ഉത്തരം ഇവിടെ വെച്ച് തന്നെ കിട്ടും. ഇപ്പൊ ഞാൻ പറയാൻ വന്ന എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ, എക്കും ബിക്കും സിക്കും വരെ റാൻഡം ആയിട്ട് നമ്പർ പുട്ട് ചെയ്യണം. റാൻഡം ആയിട്ട്. പക്ഷെ കൂട്ടുമ്പോൾ 0 കിട്ടാൻ വേണം. പക്ഷെ എക്കും ബിക്കും സിക്കും 0 വരെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചുമ്മാ രസം എക്ക് ഒരു 1 കൊടുക്കുന്നു, ബിക്ക് ഒരു 1 കൊടുക്കുന്നു, സിക്ക് ഒരു -2 കൊടുക്കുന്നു. കൂട്ടുമ്പോൾ 0 കിട്ടത്തില്ലേ? നോക്കി, 1 + 1 - 2 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ സാധനം അല്ലേ? ഇവിടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ -2ന്റെ സ്ക്വയർ മൈനസ് 1 × 1. ഇവിടെ മേളിൽ എന്തോ കിട്ടുക? 1 + 1 + 4 6 എന്ന് കിട്ടും. ബൈ 2ന്റെ സ്ക്വയർ 4 - 1 3 എന്ന് കിട്ടും. ഉത്തരവാദിത്തം കിട്ടും 2 എന്ന് കിട്ടും. അത് നിങ്ങൾ ഏത് നമ്പർ ഇതുപോലെ ഇട്ട് കൊടുത്താലും 2 എന്നേ കിട്ടത്തുള്ളൂ. അപ്പൊ അത് റാൻഡം ആയിട്ട് ഞാൻ പുട്ട് ചെയ്തതാണ്. പക്ഷെ എ പ്ലസ് ബി പ്ലസ് സി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. 0 കിട്ടുന്ന നമ്പർ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് അങ്ങനെയും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, ഇതിനടുത്ത ചോദ്യത്തിലേക്ക് വരാം. 8ാമത്തെ ചോദ്യം നോക്കൂ. log to the base bx is equal to log to the base 2bx അല്ലെ? log to the base bx divided by log to the base 2bx. എങ്ങനെ ചെയ്യും? ഇങ്ങനെയാണ്. log to the base bx divided by log to the base 2bx. അത് എന്തിന് ഈക്വൽ ആണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തിന് ഈക്വൽ ആണെന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? നമ്മൾ എഴുതിയേക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം രണ്ടിന്റെയും ബേസ് ഈക്വൽ അല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ബേസ് ഈക്വൽ ആണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇത് ഈസി ആയിട്ട് ചെയ്യും. അപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്തുവാ? ബേസ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. ബേസ് ഈക്വൽ ആക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഐഡിയ എന്തെന്ന് അറിയോ? log to the base a b divided by log to the base c d എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെ log to the base തിരിച്ചെഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? log to the base സെയിം ഇത് വരണമായിരുന്നു അല്ലേ? എനിക്കൊരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒരു കാര്യം തെറ്റായിട്ട് എഴുതി. ഇവിടെയും ബി തന്നെയാണ്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ log to the base b c divided by log to the base b a എന്ന് എഴുതാം. അതായത് ബേസ് രണ്ടും ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചെഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. log to the base x 2b divided by log to the base x b എന്ന് കിട്ടും. അപ്പൊ രണ്ടിന്റെ ബേസ് സെയിം ആയി. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? log to the base x 2b എന്നുള്ള സ്ഥാനത്തെ log to the base x 2 പ്ലസ് log to the base x b എന്ന് എഴുതിക്കൂടെ? കാര്യം log a പ്ലസ് log b ആണല്ലോ log of a into b ആവുന്നത്. അപ്പൊ 2 into b എന്ന് കിട്ടുമല്ലോ. ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? log to the base x b ആണുള്ളത്. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും?
log to the base x2 divided by log to the base xb is equal to അല്ല പ്ലസ്, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ ആൻസർ 1 എന്ന് വരും. അപ്പം ഈക്വൽ ടു ഈ സ്ഥാനത്തെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ മാറ്റി എഴുതും? 1 പ്ലസ് ഇതറിയാലോ, ലോഗ് ടു ദ ബേസ് എക്സ് ബൈ ലോഗ് ടു ദ ബേസ് ബി എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ലോഗ് ബി 2 എന്ന് എഴുതാൻ പറ്റും. ലോഗ് ബി 2. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ B2, ഫസ്റ്റ് ഓപ്ഷൻ എ. ഇതിങ്ങനെ എഴുതുന്നതിന് കാരണം ഉണ്ടല്ലോ, അറിയാലോ. ലോഗ് എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് ഇതിനെ ലോഗ് 2 ബൈ ലോഗ് എക്സ് എന്ന് എഴുതാം. മറ്റേയാളെ ലോഗ് ബി ബൈ ലോഗ് എക്സ് എന്ന് എഴുതാം. ലോഗ് എക്സ് വെട്ടിപ്പോവും. പിന്നെ വരുന്ന ലോഗ് 2 ബൈ ലോഗ് ബി ആണ്. അതാണ് ലോഗ് ടു ദ ബേസ് എന്ന് എഴുതുന്നത്. ലോഗ് ടു ദ ബേസ് 2b എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയെടുത്തേ, മനസ്സിലാക്കി. ഓക്കെ ആകുമ്പോ ഓക്കെ എന്ന് പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലോഗ് ടു ദ ബേസ് 2 ലോഗ് ടു ദ ബേസ് 2 ലോഗ് ടു ദ ബേസ് 3 എക്സ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് ചോദ്യം. അതിപ്പോ എങ്ങനെയാ ചെയ്യുക? ഓക്കെ, ലോഗ് ടു ദ ബേസ് 2 ലോഗ് ടു ദ ബേസ് 2 ലോഗ് ടു ദ ബേസ് 3 എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഈ ലോഗിനെ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലോഗിന്, ആദ്യത്തെ ലോഗിനെ ഏതാണ്ട് ഈ പുള്ളിക്കാരനെ അപ്പുറത്തുണ്ടോ. അപ്പൊ ബാക്കി ഇവിടെ എന്ത് കിട്ടും? ലോഗ് ടു ദ ബേസ് 2 ലോഗ് ടു ദ ബേസ് 2 ലോഗ് 3 ലോഗ് ടു ദ ബേസ് 3 എക്സ് ഈക്വൽ ടു ലോഗ് 2 അങ്ങ് അപ്പുറത്ത് പോയാൽ ആരായിട്ട് മാറും? 2 ആയിട്ട് മാറും. ബേസ് 2 ആയതുകൊണ്ട് 2 ആയിട്ട് മാറും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ലോഗ് ടു ദ ബേസ് 2 ലോഗ് 3 എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ആരാടാ? 1 കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അടുത്ത ലോഗ് അങ്ങ് അപ്പുറത്ത് പോയാൽ ലോഗ് ടു ദ ബേസ് 3 എക്സ് ഇസ് ഈക്വൽ ടു 2 ആവും. അടുത്ത സ്റ്റെപ്പിൽ ലോഗ് ടു ദ ബേസ് 3 എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. വീണ്ടും ആ ലോഗ് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 3 അങ്ങ് അപ്പുറത്തേക്ക് വന്നാൽ 3² ആവും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ആരായിട്ട് മാറും? 9 ആയിട്ട് മാറും. അതായിരിക്കും ആൻസർ. നയൻ ഓപ്ഷനിലുണ്ടല്ലോ. ഓക്കെ ആണ്, പറയണേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അടുത്ത ചോദ്യം നോക്കി. 9 കഴിഞ്ഞു. 10ാമത്തെ ചോദ്യം. A is to B is equal to എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നോക്കിയാ. A is to B is equal to 2/9 is to 1/3. B is to C is equal to 2/7 is to 5/14. And D is to C is to D അല്ല തന്നേക്കുന്നത്. D is to C 7/10 is to 3/5. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് A is to D എന്നാണ് ചോദ്യം. A is to D എങ്ങനെ ചെയ്യും? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആദ്യം തന്നെ C is to D ആയിട്ട് ഇതിനെ അങ്ങ് മാറ്റണം. അപ്പൊ എങ്ങനെ ഇരിക്കും?
3/5 7/10 ആയിട്ട് മാറും. തലതിരിച്ചിരിക്കും. എന്നിട്ടോ A/D അല്ലേ വേണ്ടത്? അതിനെന്ത് ചെയ്താൽ മതി? A/B ഇൻറ്റു B/C ഇൻറ്റു C/D ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി B/C അടിച്ചു വിട്ട് A/D കിട്ടിക്കോളും. പക്ഷെ A/B എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കണ്ടുപിടിച്ചെഴുതണം. എങ്ങനെയാ? 2/9/1/3 ഇതാണ് A/D ഇൻറ്റു B/C എന്ന് പറയുമ്പോൾ 2/7/5/14 ഇൻറ്റു C/D എന്ന് പറയുമ്പോൾ 3/5/7/10. ദെൻ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഏതാ ഇവിടുത്തെ 9 ഉം 3 വെട്ടിപ്പോൾ 3 വരും. അപ്പോൾ 2/3 എന്ന് വരും. ശരിയല്ലേ? ഇവിടുത്തെ കേസിൽ 7 ഉം 14 കട്ട് ചെയ്യാം. ഇവിടെ 7 ഉം 14 കട്ട് ചെയ്താൽ അടിയിൽ 2 വരും. അപ്പം 2 അല്ലെങ്കിൽ എഴുതി കാണിക്കാം. എങ്ങനെ? 2/7 ഇൻറ്റു 14/5 എന്ന് വരും. തിരിച്ചെഴുതിയാൽ മതിയല്ലോ. ഇൻറ്റു 3/5 ഇൻറ്റു 3/5 ഇൻറ്റു 10/7 ആയിട്ട് മാറും. 10/7. ഇനി എല്ലാം വെട്ടിയാൽ മതി, ആൻസർ കിട്ടും. 3 കട്ടായി പോയി. 7 ഉം 14 കട്ട് ചെയ്താൽ 2 ആവും. 5 ഉം 10 കട്ട് ചെയ്താൽ 2 വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു 35 വരും. മുകളിൽ 2 × 2 × 2 16 വരും. റേഷ്യോ ചോദിച്ചാൽ 16:35 വരും. കണ്ടോ? അപ്പൊ അത് അവിടെ ഓർത്തിരിക്കുന്ന പോയിന്റ് എന്തോടാ? ഇതാണ് സാധനം. A/Bയും B/Cയും C/Dയും തന്നിട്ട് A/D കാണാൻ പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം ഗുണിക്കുക. A/B ഇൻറ്റു B/C ഇൻറ്റു C/D. ഇത് ഗുണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടും. ഇത് ഇങ്ങനെ എഴുതിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ നോക്കി തന്നെ ഗുണിക്കാം. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലേ? ഇത് ഗുണിക്കുമ്പം ഇതേ ഇൻറ്റു ഇത് ഏതാ? ഇത് ഒരിടത്തും ഗുണിക്കണം. അപ്പൊ എങ്ങനെ ഇരിക്കും? 2/9 ഇൻറ്റു 2/7 ഇൻറ്റു 3/5 ഈസ്റ്റു. അടുത്തത് ഗുണിക്കണം. അടുത്ത ആരാ? 1/3 ഇൻറ്റു 5/14 ഇൻറ്റു 7/10. ദെൻ ഇത് ഗുണിക്കുമ്പോൾ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 3 ഉം 9 കട്ട് ചെയ്യാം. ഇവിടെ 3 വരും. വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ 4/7 5 35 3 35 × 3 കിട്ടും. ആണ്ട് 3 ഉം 3 കട്ട് ചെയ്ത് കളയുമ്പോൾ 35 വരും. ഈസ്റ്റു ഇവിടെ ബാക്കി വരുന്നത് 5 ഉം 10 കട്ട് ചെയ്യാം, 2 വരും. 14 2 കട്ട് ചെയ്യാം, 2 വരും. അപ്പൊ 2 × 2 4 വരും. 1/4 എന്ന് വരും. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി. 4 × 4 16, 35 × 1 35. അങ്ങനെയും ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ്. ഇവിടെ ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ. A/B ഇങ്ങനെ നേരത്തെ തന്നിട്ട് അറ്റത്തെ രണ്ടിന്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഗുണിക്കുക എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് നമ്പറിലൂടെ ഗുണിക്കുക, സെക്കൻഡ് നമ്പറിലൂടെ ഗുണിക്കുക. ആ കിട്ടുന്നതായിരിക്കും ആൻസർ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കി. ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 3x² പ്ലസ് സം ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 3x² പ്ലസ് 5m minus 2 into x 5m minus 2 into x plus m is equal to 0. m is equal to 0. എന്നിട്ടോ എന്താ പറയുന്നത്? വായിക്കട്ടെ, എനിക്കിതൊന്ന് മാറ്റി വെക്കണം. അത് വായിക്കാൻ പറ്റും. ഇഫ് വൺ ഓഫ് ദ റൂട്ട് ഈസ് റെസിപ്രോക്കൽ ഓഫ് അതർ, ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ റൂട്ടിന്റെ റെസിപ്രോക്കൽ ആണ്. അങ്ങനെ ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അല്ലല്ലോ, ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ദി റൂട്ട്സ്. റൂട്ടിന്റെ സം കണ്ടുപിടിക്കണം. Find out sum of the roots of the equation 3x² plus 5m minus 2x plus m equal to 0 if one root is the reciprocal of the other. Question വായിച്ചു നോക്കിയോ? ഓക്കെ, ഇവിടെ വൺ റൂട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് അതർ. ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ റൂട്ടിന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനം ആൽഫ ഈസ് ഈക്വൽ ടു 1/β ആണ്. അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്ന സാധനം എന്തെന്നേ കിട്ടൂ? 1 എന്നേ കിട്ടൂ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആണ്. C/A ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സി എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ പറ്റും എം ആണ്. എ എന്ന് പറയുന്ന സാധനം 3 ആണ്. m/3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ m ഈസ് ഈക്വൽ ടു അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്ന് കിട്ടും. m നമ്മുടെ കൈ കിട്ടി. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാറി. ആരാ? 3x² പ്ലസ് 5 × 3 15 - 2 12 വരും. 12 അല്ല 13 വരും. 13x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്നാണോ സം ഓഫ് ദ റൂട്ട് കണ്ടുപിടിച്ചൂടെ? സം ഓഫ് ദി റൂട്ട് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തുവാ? -b/a. ആൻസർ -b. ബിയുടെ വാല്യൂ 13 ബൈ എയുടെ വാല്യൂ 3. അതെ, -13/3 ആൻസർ കിട്ടും. കണ്ടോ? എന്ന് ഞാൻ പറഞ്ഞത് കണ്ടോ? ആൽഫ ഈക്വൽ ടു 1/β എന്ന് എഴുതാൻ കാര്യം ചോദ്യത്തിൽ പറയുന്നു വൺ റൂട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി അതർ. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു 1/β എന്ന് എഴുതി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ
1/β എന്ന് എഴുതുന്ന സ്റ്റെപ്പിൽ ആൽഫ ഇൻറ്റു ബീറ്റ ഇസിക്വൾ ടു 1. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ആണ്. അതിനെ നമ്മൾ CY എന്ന് എഴുതാൻ പറ്റും. CA ഇസിക്വൾ ടു 1. സിയുടെ സ്ഥലത്ത് M ഉണ്ട്, എയുടെ സ്ഥലത്ത് 3 ഉണ്ട്. M/3 ഇസിക്വൾ ടു 1. അപ്പൊ M ഇസിക്വൾ ടു 3 എന്ന് കിട്ടും. ദെൻ സം ഇസിക്വൾ ടു മൈനസ് B/A ആണ്. അപ്പൊ മൈനസ് ബിയുടെ വാല്യൂ നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 13 എന്ന് കിട്ടും. അപ്പൊ -13/3 എന്ന് കിട്ടും. അതായിരിക്കും ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞോ? കഴിഞ്ഞോ? ദെൻ അടുത്ത ചോദ്യം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ whose length is 5 more than twice its width is 75 square unit. The length is ഒന്നുമില്ല. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ whose length is 5 more than twice its width. വിത്തിനേക്കാൾ ട്വൈസ് 5 more than twice of the width. വിത്തിന്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതലാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒന്നും അറിയത്തില്ല, വിത്ത് അതൊന്നും അറിയത്തില്ല, ലെങ്ത് അതൊന്നും അറിയത്തില്ല. അപ്പൊ വിത്തിനെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. വിത്ത് എക്സ്. അപ്പൊ ലെങ്ത് കിട്ടിയല്ലോ. ലെങ്ത് എങ്ങനെ കിട്ടും? 5 മോർ ദാൻ 5 കൂടുതലാണ് ആരേക്കാൾ? വിത്തിന്റെ ട്വൈസിനേക്കാൾ 2x. അങ്ങനെയാണെങ്കിൽ ഏരിയ x ഇൻറ്റു 2x പ്ലസ് 5 ഇത് രണ്ടും ഗുണിക്കണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. അപ്പൊ 75 എന്ന് കിട്ടും. ഇതിനകത്തേക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് എഴുതി നോക്കിയാൽ മതി, അല്ലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² പ്ലസ് 5x പ്ലസ് 75 ഇപ്പുറത്ത് വന്നാൽ -75 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യണം. അതിലും എളുപ്പം നിങ്ങൾ വാല്യൂ ഇട്ട് നോക്കുന്നേ പിള്ളേരെ. അപ്പൊ 5 എടുക്കുക. ആദ്യത്തെ വരി 5 ഇൻറ്റു 10 10 പ്ലസ് 5 15. 5 ഇൻറ്റു 15 75. കിട്ടിയില്ലയോ? സോ 5 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. അതായത് എളുപ്പം. അല്ല നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കും. 5 ഉത്തരം. മണ്ടത്തരം പറ്റി. എന്തെന്നറിയോ? ആ കിട്ടിയ 5 ആരാണെന്ന് ചോദിച്ചാൽ ആ 5 എക്സിന്റെ വാല്യൂ ആണ് 5. ഓപ്ഷനിൽ 5 ഉണ്ട്. ഞാൻ കറുപ്പിച്ചത് കണ്ടോ? കറുപ്പിക്കാൻ പാടില്ല. ചോദ്യം ലെങ്ത് എന്താണെന്നാണ് ചോദ്യം. ഈ കിട്ടിയ നമുക്ക് വിട്താണ്. വിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് എങ്ങനെ ഇരിക്കുക? 2x പ്ലസ് 5 എന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇരിക്കും ആൻസർ? 2 ഇൻറ്റു എക്സിന് പകരം 5 പ്ലസ് 5. അപ്പൊ 15 എന്ന് ആൻസർ കിട്ടും. 15 ഓപ്ഷനിൽ കറുപ്പിക്കാവൂ. കണ്ട, നമുക്ക് ആവേശം കയറും. എനിക്കിപ്പോ ആവേശം വന്നപോലെ നിങ്ങൾക്കും ആവേശം വരും. പിന്നെ വരരുത്. നോക്കി.
കഴിഞ്ഞു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഇക്വേഷൻ റൂട്ട്സ് ആർ -3, 1, 2. ഗ്രാമർ ഒക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവത്തിലേ ഉള്ളൂ, താഴെ കൊടുത്തേക്കുന്നതിനകത്ത് ഏതിന്റെ റൂട്ടാണ് -3, 1, 2? അത്രേ ഉള്ളൂ ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു പരിപാടി ഇതരത്തിനകത്ത് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. അല്ലെ പിന്നെ ചെയ്യാൻ പറ്റും, എന്തറിയോ, ഒരു സൊല്യൂഷൻ -3 ആണെങ്കിൽ അവിടുത്തെ ഒരു ഫാക്ടർ x+3 ആണ്. എന്ന് വെച്ചാൽ -3 ഒരു സൊല്യൂഷൻ, 1 ഒരു സൊല്യൂഷൻ, 2 ഒരു സൊല്യൂഷൻ. -3 സൊല്യൂഷൻ ആണെങ്കിൽ x+3 ഈസ് എ ഫാക്ടർ. 1 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x-1 ഈസ് എ ഫാക്ടർ. 2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x-2 ഈസ് എ ഫാക്ടർ. വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. ഇത് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഉത്തരം. ഇത് രണ്ടുകൂടെ ആദ്യം ഗുണിക്കാം. അപ്പം x² മൈനസ് എക്സ് പ്ലസ് 3x മൈനസ് 3 ഇൻറ്റു ഇവിടെ ആരുണ്ട് x-2. ഓക്കെ ആണേ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ x² ഈ 3x മൈനസ് എക്സ് 2x, അപ്പൊ 2x മൈനസ് 3 ഇൻറ്റു x-2. ദെൻ പഴയ പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. x² ഇൻറ്റു എക്സ്, x³ x² ഇൻറ്റു -2 -2x², 2x ഇൻറ്റു എക്സ് 2x², 2x ഇൻറ്റു -2 -4x, -3 ഇൻറ്റു എക്സ് -3x, -3 ഇൻറ്റു -2 +6. ഫൈനൽ ആൻസർ എത്തി. x³ പ്ലസ് 2x² -2x² വെട്ടിപ്പോയി, -4x -3x കൂടെ -7x, പിന്നെ അവിടെ ഒരു +6 ഉണ്ട്. ഇതായിരിക്കും ആൻസർ. ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. -3 ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം. അപ്പൊ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് 3 ഇടുമ്പോൾ 0 കിട്ടുന്ന ഇക്വേഷൻ ഏതാണോ അതായിരിക്കും സൊല്യൂഷൻ. അപ്പൊ അതിൽ എളുപ്പം ഇതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളോട് പറയുന്നത് n+2CR ഈക്വൽ ടു n+2C10 - R. അങ്ങനെയാണെങ്കിൽ NC6 എന്താണെന്നാണ് ചോദ്യം. NC6 വിധിയ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നൊരു സംഭവമാണ്, ഓർമ്മയുണ്ടോ? NCA = NCB ആണെങ്കിൽ ഒന്നുകിൽ A = B ആയിരിക്കണം. അങ്ങനെ അല്ലാത്ത സന്ദർഭത്തിൽ N = A+B ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്നിന് പകരം n+2 ആണ്. അപ്പൊ n+2 = A+B. എന്ന് പറഞ്ഞാൽ ആരാ? R. പ്ലസ് B എന്ന് പറഞ്ഞാൽ ആരാ? 10 - R. പ്ലസ് ആറും -ആറും വെട്ടിപ്പോവും. അപ്പൊ n = 10 - 2 ആരെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. ചോദ്യം എന്തുവാ? NC6. n ആരാ? 8. 8C6. 8C6 എങ്ങനെ കാണും? 8 ഇൻറ്റു 8C6നെ 8 ഇൻറ്റു എന്ന് പറഞ്ഞ് മൊത്തം എഴുതല്ലേ. അവിടെയും നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം. എങ്ങനെയാണെന്നറിയോ? 8C6നെ നമുക്ക് 8C2 എന്ന് എഴുതാം. അതെന്തുവാ ഐഡിയ? അതിന്റെ ഐഡിയ ഇതാണ്. NCR എന്ന് പറയുന്ന സാധനത്തെ NCN - R എന്ന് എഴുതാം. അപ്പൊ 8C2 എന്ന് എഴുതിയാൽ ചെയ്യാൻ എളുപ്പമുണ്ട്. കാര്യം 2 എഴുതിയാൽ മതി. 8 × 7 ഡിവൈഡഡ് ബൈ 1 × 2 എന്ന് എഴുതിയാൽ മതി. 56/2 നമുക്ക് ആരെന്ന് കിട്ടും? 28 എന്ന് കിട്ടും. അതേസമയം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം എഴുതണം. എങ്ങനെ? 8 × 7 × 6 × 5 × 4 × 3 വരെ എഴുതണം. ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4 × 5 × 6 ഇത്രയും നമ്മൾ എഴുതണം. 4 × 5 × 6 ഇത്ര എഴുതിയാൽ എന്ത് ഗുണം? ഒരു ഗുണവും ഇല്ല. 3, 4, 5, 6 3, 4, 5, 6 വെട്ടിപ്പോകും. വീണ്ടും പഴയ വരുന്ന ആര് തന്നെ? 8 × 7 1 × 2. അപ്പൊ അത്രയും എഴുതാതെ ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഏതാ? NCN - R. ഇത് ഗുണം ചെയ്യും പിള്ളേരെ. ഇത് ഒരുപാട് എടുത്ത് ഗുണം ചെയ്യും. എന്താ ചില സ്ഥലങ്ങളിലൊക്കെ 10C അല്ല 100C 98 എന്നൊക്കെ കിടക്കും. 100C 98 ചെയ്യണമെങ്കിൽ 98 എഴുതൂ? ഇല്ല. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? 100C2 എന്ന് എഴുതും. 100C2 എന്ന് എഴുതിയാൽ എളുപ്പമല്ലേ? 100 × 99 ഡിവൈഡഡ് ബൈ 1 × 2. ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ചെയ്തു നോക്കാം.
ഓക്കെ ആണോ? ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരാളെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെങ്കിൽ പോയോ? ഇത് ഒരാൾക്ക് മാത്രമേ ഓക്കെ ആയുള്ളൂ. എന്ത് മനസ്സിലാക്കണ്ടേ? മടിയാണ്, മടി. നോക്കൂ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ചിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബനാന? ബനാനയിലെ വേർഡ്സ് അറേഞ്ച് ചെയ്യണം. ബനാന സോ ദാറ്റ് നോട്ട് ടു എൻ അപ്പിയേഴ്സ് ടുഗദർ. രണ്ട് എന്നുകൾ ഒരുമിച്ച് വരാൻ പാടില്ല. ബനാന എന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം പോരാ, എന്നുകൾ ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കാം. ബനാന എന്ന് പറഞ്ഞ വാക്കിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ മൊത്തം എത്ര വാക്കുണ്ടാ? 1 2 3 4 5 6. അപ്പൊ 6 അക്ഷരം ഉണ്ടായതുകൊണ്ട് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റിപ്പീറ്റ് ചെയ്തേക്കുന്ന ആരൊക്കെയുണ്ട്? എ ഒരു 3 എണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എൻ ഒരു 2 എണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2 ഫാക്ടോറിയൽ. ഇതാണ് എന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ്. ഞാൻ ആപ്പിൾ വെച്ച് തുടക്കത്തിൽ പറഞ്ഞു തന്നെ, ശരിയല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിയാലോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 രൂപ തന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന എൻ ഒരുമിച്ച് വരരുതെന്നാ പറഞ്ഞ കേട്ടോ. ഞാൻ എൻ ഒരുമിച്ച് വരുത്താൻ പോകും ആദ്യം. അതിന് ബി എഴുതി, എ എഴുതി, എ എഴുതി, എ എഴുതി, ആ 2 എന്നിനെയും കൂടെ പറക്കി ഒരു പാട്ടൊക്കെ അത്തിട്ട് വെച്ചു. എന്നിട്ട് ഇതിനെ എങ്ങനെ എണ്ണും? 1 2 3 4, ഇതിന് 2 എണ്ണത്തില്ല, 5, ഒരെണ്ണമായിട്ട് എണ്ണും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? അപ്പൊ എൻ ഒരുമിച്ച് വരുന്നതാണ് എൻ കംസ് ടുഗദർ. ഒരുമിച്ച് വരുന്നതാണ് ഞാൻ ഈ കണ്ടുപിടിക്കുന്നത്. എം കംസ് ടുഗദർ, ഒരുമിച്ച് വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക? മൊത്തം ഇവിടെ 5 എണ്ണം ഉണ്ട്. അപ്പൊ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇവിടെ ആകെ റിപ്പീറ്റ് ചെയ്യുന്ന 3 പേരേ ഉള്ളൂ, സോ 3 ഫാക്ടോറിയൽ. ആ എന്നിനെ നമ്മൾ ഒന്നായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ്. അപ്പൊ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 20. അപ്പൊ എന്റെ 2 കാര്യങ്ങളുണ്ട്. ആകെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? എൻ ഒരുമിച്ച് വരുന്നത് എത്രയാണ്? അങ്ങനെയാണ് എൻ ഒരുമിച്ച് വരാത്തത് കണ്ടുപിടിക്കാം. എൻ നോട്ട് കംസ് ടുഗദർ, ഒരുമിച്ച് വരാൻ പാടില്ല. വളരെ ഈസി അല്ലേ? മൊത്തം 60 എണ്ണം ഉണ്ട്, അതിൽ 20 സ്ഥലത്ത് ഒന്നിച്ചു വരും. അപ്പൊ ബാക്കിയുള്ള 40 സ്ഥലത്ത് ഇവർ ഒരുമിച്ച് വരുത്തില്ല. എന്റെ ആൻസർ. ചെയ്ത് നോക്കൂ. എത്തിയോ? യെസ്, എങ്കിൽ 16ാമത്തെ ചോദ്യം നോക്കൂ. 16ാമത്തെ ചോദ്യം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. എ ബി സി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. അതിൽ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ എ, എ ബി, ബി സി, ബി ബി, സി സി, സി എ is a relation on capital A, then അങ്ങനെയാണെങ്കിൽ one of the following is correct. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. നമുക്ക് ഒറ്റ കാര്യം നോക്കാം. ആദ്യം റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. പിന്നെ നമുക്ക് ഓപ്ഷനിലോട്ട് വാ. നമുക്ക് എന്നിട്ട് ഓപ്ഷനിലോട്ട് പോവാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇതാണ്ടേ മക്കളെ, എ ബി സി. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ എ, കോമ എ ബി, കോമ ബി സി, കോമ സി സി, കോമ സി എ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിഫ്ലക്സീവ് ആണോ നോക്കണം. റിഫ്ലക്സീവ് ആവണം. ഇവിടെ എ ഉണ്ടെങ്കിൽ ഇവിടെ എ വേണം, ഇവിടെ ബി ഉണ്ടെങ്കിൽ ഇവിടെ ബി വേണം. ഞാൻ ബി എഴുതിയില്ലയോ? ഉണ്ടായിരുന്നല്ലോ ഇവിടെ.
BC. BB ഉണ്ട് ഇതിനകത്ത് കേട്ടോ, ഒരു BB ഉണ്ട്, BB. അപ്പൊ BB വേണം, BB ഉണ്ട്. CC വേണം, CC ഉണ്ട്. റിഫ്ലക്സീവ് ആണ്. അപ്പൊ റിഫ്ലക്സീവ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ സിമെട്രിക് ആണോ നോക്കാം. നമ്മൾ ഇവിടേക്ക് വരിക, ഇവിടെ ഉള്ള എല്ലാം തിരിച്ചുണ്ടോ നോക്കിയാൽ A നോക്കേണ്ട കാര്യമില്ല. AB നോക്കൂ, തിരിച്ച് BA ഉണ്ടോ, BA ഇല്ല. അപ്പൊ അത് സിമെട്രിക് അല്ല. ഈ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്തുവാ? AB എന്നൊരു എലമെന്റ് ഉണ്ട്, BC എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ AC എന്നൊരു എലമെന്റ് കൂടി വേണം. അപ്പൊ AB എന്നൊരു എലമെന്റ് നിങ്ങൾ കിട്ടി, BC എന്നൊരു എലമെന്റിനെ കിട്ടി, നിങ്ങൾക്ക് AC എന്നൊരു എലമെന്റിനെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സാധനം ട്രാൻസിറ്റീവും അല്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടി. അപ്പൊ ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ D ആണ്. റിഫ്ലക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ. ഓക്കെ, then അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. 17ാമത്തെ ചോദ്യം. പതിനേഴാമത്തെ ചോദ്യം കണ്ടോ നമ്മൾ? 17ാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, the rate of interest are 6%, 8% and 10% yearly for first, second and third year respectively. അങ്ങനെയാണെങ്കിൽ then the compound interest of ക്വസ്റ്റ്യൻ്റെ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലടാ. അതാ ഞാൻ പറഞ്ഞു. നന്ദന നേരത്തെ ചോദിച്ചില്ലേ, നേരത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ ഇതിനകത്ത്? നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ പുറത്ത് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ സൂമിനകത്ത് അത് കാണുന്നില്ല. നേരത്തെ നമുക്ക് അവിടെ അനോട്ടേഷൻ എന്നും പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ബട്ടൺ കാണുന്നില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ചെയ്താൽ മതി, എന്നാലേ ശരിയാവും. അല്ലാതെ ക്വസ്റ്റ്യൻ അടുത്ത് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇപ്പൊ തൽക്കാലം കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതിനിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, സോറി. ഓക്കെ, നോക്കിയത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ 6%, 6%, 8%, 8%, അതേപോലെ തന്നെ 10%, 10%. എന്തിനാ? ഇയർലി ഫോർ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, 60,000 രൂപയുടെ. നിങ്ങൾക്ക് ഈ 3 ഇൻട്രസ്റ്റ് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു അറിയാമോ? ടോട്ടൽ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു? A is equal to P into 1 plus R/100 the whole raised to n ആയിരുന്നല്ലോ. ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഡിഫറൻറ്റ് R ആയതുകൊണ്ട് ആ R എല്ലാം വ്യത്യാസത്തിൽ എഴുതണം. P into 1 plus P എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞില്ലേ, നമുക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ കൊടുക്കാം. A is equal to P ആരാ? 60,000 അല്ലെ? 60,000 into 1 plus ആദ്യത്തെ പെർസെൻറ്റേജ് 6/100 into 1 plus അടുത്ത പെർസെൻറ്റേജ് 8/100 into 1 plus അടുത്ത പെർസെൻറ്റേജ് 10/100. ഒരു കാര്യമൊന്നുമില്ല, ഞാൻ എഴുതി വെച്ചാൽ മാത്രം മതി. ഇത് 60,000 into ഇത് കൂട്ടുമ്പോൾ അറിയാലോ 106/100 എന്ന് കിട്ടും. ഇത് 108/100 എന്ന് കിട്ടും. ഇത് 110/100 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ജോലി നിങ്ങളുടെയാണ്. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആ കിട്ടുന്ന ഉത്തരം എന്തുമായിരിക്കും? ടോട്ടൽ എമൗണ്ട് ആയിരിക്കും. ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന്, ഇവിടെ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 60,000 കുറയ്ക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ചെയ്തിട്ടെന്ന് പറഞ്ഞേ.
ആൻസർ പറയണേ. ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ ശരിയാണ് പറയുന്നത്. 15,586 കറക്റ്റ് ആണ്, ശരിയാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം. നോക്കൂ. A is equal to set of 1, 2, 3, then what is the power set of A? Power set of A അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. സെറ്റ് A is equal to 1, 2, 3 ആണെങ്കിൽ അതിന്റെ പവർ സെറ്റ് പറയണം. അതിനാദ്യം എന്ത് ചെയ്യണം? അതിന്റെ സബ്സെറ്റ് എഴുതണം. നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3. തീർന്നോ? ഒരാളിവിടെ ഉണ്ട്. സെറ്റ് 1, 2, 3 ഇവരെല്ലാം കൂടെ എടുത്ത് ഒരു സെറ്റിനകത്ത് ഇടുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. സബ്സെറ്റിനെ എല്ലാം കൂടെ പറക്കി ഒരു സെറ്റിനകത്ത് ഇടുന്നതിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. പവർ സെറ്റ് ആയി. ഓപ്ഷനിൽ എവിടെയെങ്കിലും കാണും അത്. ഓപ്ഷൻ സി ആണെന്ന് തോന്നുന്നു, സി. ഓക്കെ, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കാർ കോസ്റ്റ് റുപ്പീസ് 6 ലക്ഷം ഇല്ലയോ? 6 ലക്ഷം is bought by paying rupees 1 lakh as down payment and equal annual installment of 3 years. What is the annual installment if the interest is paid 8% on the remaining amount compounded annually? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എന്തായിരിക്കും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ. 6 ലക്ഷം രൂപ ആണ് കാറാണ്. 6 ലക്ഷം രൂപയുടെ കാറ്. അതിൽ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു. അപ്പൊ യഥാർത്ഥത്തിൽ ലോൺ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ. ഓക്കെ, 5 ലക്ഷം രൂപയ്ക്ക് 3 വർഷത്തേക്ക് 8% പലിശയിൽ ഇയർലി തിരിച്ചടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ അടയ്ക്കണം? ഒന്ന് കണ്ടു. ഓപ്ഷൻ എ ശരിയാണ്. 194,016. എല്ലാവരും പറയുന്ന ആൻസർ ശരിയാണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് കാണാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, അറിയാമല്ലോ. നിങ്ങൾ പഠിച്ച ഏത് ഇക്വേഷൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് പറയൂ. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് കാണാൻ ഒരു എ ബൈ ഐ ഇൻറ്റു എ അല്ല കുഞ്ഞി, എ ബൈ ഐ ഇൻറ്റു അതാണോ 1 മൈനസ് 1 ബൈ 1 പ്ലസ് ഐ ദ ഹോൾ റേസ്റ്റ്. ഈ ഇക്വേഷൻ ആണോ ഉപയോഗിക്കുന്നത്? ഇവിടെ 50,000 വരും, എ കണ്ടുപിടിക്കണം. 50,000 അല്ലല്ലോ, 5 ലക്ഷം വരും, എ കണ്ടുപിടിക്കണം. ഇതാണ് സാധനം. യെസ്, ഇതാണ് ഇക്വേഷൻ. ഈ ഫോമുലയുടെ ഡിഫറെന്റ് ഫോംസ് ആയിരിക്കും നിങ്ങൾ ചെയ്തേക്കാം. എന്തായാലും ശരിയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസർട്ട് 4 GM ബിറ്റ്വീൻ 9 and 288. 9നും 288നും ഇടയ്ക്ക് 4 GM എന്ന് വെച്ചാൽ ജോമെട്രിക് മീൻ ഇൻസർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പാടൊന്നുമില്ല, അത് 4 വര വരച്ചു വെക്കാം. അങ്ങനെ 4 വര വരച്ചു വെച്ചാൽ ഇത് 1ാമത്തെ ടേം, ഇത് 1ാമത്തെ ടേം, ഇത് 2ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം, ഇത് 4ാമത്തെ ടേം, ഇത് 5ാമത്തെ ടേം, ഇത് 6ാമത്തെ ടേം. സോ 6ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 288. ഒരു GPയുടെ 6ാമത്തെ ടേം കാണുന്ന ഇക്വേഷൻ AR/5 ഈക്വൽ ടു 288. എ നമ്മുടെ കയ്യിലുണ്ട് 9. 9 ഇൻറ്റു 6/5 ഈക്വൽ ടു 288. അപ്പൊ 6/5 ഇസ് ഈക്വൽ ടു 288നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 288/9 എന്ന് പറഞ്ഞാൽ എത്ര വരും? 288/9. 9 3 27, 9 2 18, 32 എന്ന് വരും. അപ്പൊ 6/5 ഇസ് ഈക്വൽ ടു 32 ആണ്. 32 എന്ന് ഫാക്ടറൈസ് നോക്കിയാൽ 2/5 ആണെന്ന് കിട്ടും. അപ്പൊ 6 ഇസ് ഈക്വൽ ടു ആരെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. കോമൺ റേഷ്യോ കിട്ടി. കോമൺ റേഷ്യോ കിട്ടിയാൽ പിന്നെ ടേംസ് എഴുതാൻ പാടുണ്ടോ? ഒരു പാടില്ല, ഈസി ആയിട്ട് എഴുതാം. ഇവിടെ ഇപ്പോ നോക്കൂ, 9 × 2 18, അടുത്ത 18 × 2 36, 36 × 2 72,
72 ഇൻറ്റു 2 144, 144 ഇൻറ്റു 2 288. അതായിരിക്കും ആൻസർ കിട്ടുക. ഓപ്ഷൻ എ അല്ലല്ലോ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം. 21. In a class of 35 students, in a class of 120 students, 35% of students can play only cricket. 17th ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാമോ? പിന്നെന്താ 17th ക്വസ്റ്റ്യൻ വരട്ടെ. അതെ, അതിന്റെ ആൻസർ 17th ക്വസ്റ്റ്യൻ ഉത്തരം ഉണ്ടാ ഓപ്ഷൻ ബി 15,556 ആയിരുന്നു ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു 17th ക്വസ്റ്റ്യന്റെ ആൻസർ 15,556.8. ഓക്കെ ആണോ നന്ദന? പ്രോപ്പർ സബ്സെറ്റ് പറയുമെന്ന്. പിന്നെന്താ എടാ സബ്സെറ്റ് ഇപ്പൊ നോക്കി, എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, അതിൽ സെറ്റ് ഓഫ് 1, 2 എന്നുണ്ട്. ഇതിന്റെ സബ്സെറ്റുകൾ ചോദിച്ചാൽ ഒന്നിനാൽ സെറ്റ്, ഒന്ന് സെറ്റ് 1, ഒന്ന് സെറ്റ് 2, ഒന്ന് സെറ്റ് 1, 2. ഇതാണ് സബ്സെറ്റ്. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് ചോദിച്ചാൽ ഒറിജിനൽ സെറ്റിനെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. ഒറിജിനൽ സെറ്റിനെ ഒഴിവാക്കണം, ബാക്കി വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. കേട്ടോ, ഈ സെറ്റുകളെ എല്ലാം കൂടെ ബോക്സിലിടുമ്പോൾ വിളിക്കുന്ന, സെറ്റിലിടുമ്പോൾ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. പവർ സെറ്റ്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റിനകത്ത് ഒറിജിനൽ സെറ്റ് വരത്തില്ല. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യം, സബ്സെറ്റ് കാണാനുള്ള നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഇക്വേഷൻ 2n, എന്നാൽ പ്രോപ്പർ സബ്സെറ്റ് കാണാനുള്ള ഇക്വേഷൻ 2n-1. ആവേശം കയറി 2n-1 എന്ന് എഴുതി വെക്കല്, അത് തെറ്റാണ്. എങ്ങനെ 2n-1 ഇതാണ് എഴുതേണ്ടത്. ഇനി പുറമോട്ട് പോട്ടെ. ഒരാള് 13ാമത്തെ ക്വസ്റ്റ്യൻ കാണിക്കാമോ എന്ന് ചോദിച്ചു. 13ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടേ. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആണ്. 17th ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? പിന്നെന്താ 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണോ അസ്ന ചോദിച്ചേ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. ഓപ്ഷൻ ബി. മറ്റേ 17th ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകൂടെ പറയാമോ? പിന്നെന്താടാ എടാ 17th ക്വസ്റ്റ്യൻ പറഞ്ഞത് 60,000 രൂപ ബാങ്കിൽ ഇട്ടു. 60,000 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന ബാങ്കിലാണ് ഇട്ടത്. ആ ബാങ്ക് ആദ്യത്തെ വർഷം 6% പലിശ കൊടുത്തു. 6% ഉള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന 1+r/100. രണ്ടാമത്തെ വർഷം 8% കൊടുത്തു, അപ്പൊ ഇൻറ്റു 1+8/100. മൂന്നാമത്തെ വർഷം 10% കൊടുത്തു, അപ്പൊ ഇൻറ്റു 1+10/100. കണ്ടോ? ഇതെല്ലാം ഗുണിക്കുക. ഇതെല്ലാം ഗുണിക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടും. ആ കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ആ ബാങ്കിൽ നിന്നും തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാ കാണുന്നത്? ആ കിട്ടിയ ടോട്ടൽ എമൗണ്ടിൽ നിന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കണം. ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും, ആ വാല്യൂ ഇവിടെ കൊണ്ടെഴുതണം. മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 60,000. അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഞാൻ പറഞ്ഞത് 15,556. 15,556. ഒരു 5 രൂപ വേണ്ടേ? വേണം. 15,556.80. ഓക്കെ ആണോടാ? അപ്പൊ ഓപ്ഷൻ ബി ആണ്. ബി, ബാബുവിന്റെ ബി. ഓക്കെ, അപ്പോട്ട് പോകാമല്ലോ. 21ാമത്തെ ചോദ്യമാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്, അപ്പോഴാണ് നമ്മൾ പുറകോട്ട് പോയത്. 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് 120 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ്. അതിലെ 35% പേർ ക്രിക്കറ്റ് കളിക്കുന്നു, ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു. 45% പേർ ടെന്നീസ് മാത്രം കളിക്കുന്നു. റിമൈനിങ് സ്റ്റുഡൻസ് ബാക്കി എല്ലാ ഗെയിമും കളിക്കുന്നു.
അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. ഞാൻ ഒരു വെൻ ഡയഗ്രം വരയ്ക്കുന്നു. 35% കുട്ടികൾ, ആ 35% ഇവിടെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നേരത്തെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ അകത്ത് എഴുതാൻ. അങ്ങനെയല്ല, അവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് 35% ഓഫ് സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ ഈ 35% ഈ ഭാഗത്തു കൂടി ഉള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല പറയുന്നത്. 35% ഓഫ് സ്റ്റുഡൻസ് ഓൺലി പ്ലേ ക്രിക്കറ്റ്, ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു എന്നാണ്. അപ്പൊ ക്രിക്കറ്റിനകത്ത് മാത്രമേ അത് വരാൻ പാടുള്ളൂ. ദെൻ രണ്ടാമത്തെ എന്ത് വരുന്നു? ടെന്നീസ്. ടെന്നീസ് കളിക്കുന്ന 45%, ടെന്നീസ് മാത്രം കളിക്കുന്ന 45%. ബാക്കിയുള്ളവരെല്ലാം ഇത് രണ്ടും കളിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ 45, 35 80 വരും. 80ന്റെ ബാക്കി 20% ആൾക്കാർ ഇതെല്ലാം കളിക്കുന്നു. അങ്ങനെയാണ് ചോദ്യം എന്തുവാ? ഇൻ ഓൾ ഹൗ മെനി സ്റ്റുഡൻസ് ക്യാൻ പ്ലേ ക്രിക്കറ്റ്? മൊത്തത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന എത്ര പേരുണ്ട്? ക്രിക്കറ്റ് കളിക്കുന്ന എത്ര പേരുണ്ട്? 35 മാത്രമാണോ? അല്ല, ഈ 20 പേരും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ 35ഉം 20ഉം മൊത്തത്തിൽ 55% ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 55%. ടോട്ടൽ കുട്ടികൾ എത്ര? 120. അപ്പൊ 55/100 × 120 ഗുണിക്കുമ്പോൾ ആൻസർ 66 എന്ന് കിട്ടും. 66 കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. യെസ്, 66. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത. 1 കാണുമ്പോൾ ഒരു വലിയ ചോദ്യമായിട്ട് തോന്നും. x + √(x²- - 1) എന്നാണ് ചോദ്യം. വലിയ ചോദ്യം തോന്നുന്നു മാത്രമല്ല, വലിയ ചോദ്യമാണ്. പക്ഷേ ഒരു ഫോർമുല നമുക്ക് കാണാൻ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് അറിയാമെങ്കിൽ ഇതിന് ആൻസർ എളുപ്പം കിട്ടും. അപ്പൊ കിട്ടുന്നവർക്ക് കിട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ആൻസർ ഒന്ന് പറയാം. ഇന്റഗ്രൽ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനത്തിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോഴേ കുറച്ചുപേര് ബസ്സിൽ നിന്ന് പുറത്തുപോയി. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ x പ്ലസ് എന്നുള്ളതിന് പകരം x - √(x²- - 1) കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. x - √(x²- - 1) കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. dx. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ആ സാധനം അതുപോലെ വരും. x - √(x²- - 1). ഡിനോമിനേറ്ററിൽ a + b × a - b ആയതുകൊണ്ട് a², എക്സിന്റെ സ്ക്വയർ x² -b². റൂട്ട് ഓഫ് ഉള്ള സാധനത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോയിട്ട് x² - 1 ഇവിടെ ആര് വരും? dx വരും. അപ്പൊ ഈക്വൽ ടു ഇന്റഗ്രൽ x - √(x²- - 1) dx മാത്രം വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് -x² +1 ആകത്തില്ലേ പിള്ളേരെ? അപ്പൊ ഇവിടുത്തെ x² -x² ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ 1 മാത്രം വരത്തില്ലേ? അടിയിൽ 1 എഴുതേണ്ട കാര്യമില്ല. ഇനി ഇത് എഴുതാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഉത്തരം അറിയണം. എക്സിന്റെ ഇന്റഗ്രൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, x²/2. അതിൽ പ്രശ്നമൊന്നുമില്ല. മൈനസ് ഇനി എഴുതുന്ന സാധനത്തിനാണ് നിങ്ങൾ ഉത്തരം അറിഞ്ഞിരിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. എന്തോന്നറിയോ? ഇന്റഗ്രൽ √(x² - a² എന്നൊരു സാധനം എഴുതി തന്നിട്ടുണ്ട്. അത് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. x/2 × അതൊരു ഫോർമുലയാണ് ഞാൻ എഴുതുന്നത്. x² - a² പ്ലസ് a²/2, അതായത് 1² സൈൻ ലോഗ് മോഡ് x + √(x²- - a². ഇതാണ് ഇക്വേഷൻ. x² - a². ഇതാണ് പ്ലസ് സി. ഇതാണ് ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ബ്രാക്കറ്റ് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്ത ആൻസർ ആണ് ആൻസർ ഓപ്ഷനിലുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. x²/2 - x/2 × √(x²- - 1 + 1/2 × log mod x പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആൻസർ വരും. ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് പ്ലസ് ആണ്. അപ്പൊ ആ ഫോമുല അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോമുല കാണാൻ പഠിച്ചവർ ചെയ്യാം, ഇല്ലാത്തവർ ഒന്നും ചെയ്യണ്ട. ഓക്കെ, റബ് ചെയ്യാന്നേ, അടുത്ത പറയാലോ. ഓക്കെ, 23-ാമത്തെ ചോദ്യം. ദ കോസ്റ്റ് ഫംഗ്ഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് x യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റീസ് ഗിവൺ ബൈ ഈ സാധനം. കോസ്റ്റ് മിനിമം ആകുന്ന എപ്പോഴാണ്? ഈ ചോദ്യമൊക്കെ നമ്മൾ ചെയ്യിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾ നോക്ക്. c(x) എന്ന് പറയുന്ന സാധനം 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 15 ആണ്. ഓക്കെയാണ്, 36x പ്ലസ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് മിനിമം ആകുന്ന എപ്പോഴാണെന്നാണ്. കോസ്റ്റ് മിനിമം ആകുന്ന കണ്ടുപിടിക്കാൻ ഇത്തിരി പരിപാടി ഉണ്ട് മക്കളെ. അതിനാദ്യത്തെ പരിപാടി ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, c'(x). ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ 6x². ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം 30x
ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ 36. അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ കിട്ടിയ സി ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 6x² മൈനസ് 30x പ്ലസ് 36 ഈക്വൽ ടു 0. മൊത്തത്തിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൊത്തത്തിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ ഇച്ചിരി ചെറുതാവും. ചെറുതാവുമ്പോൾ x² ആവും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5x ആവും. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 തന്നെ കിട്ടും, ഈക്വൽ ടു 0. രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ 6 കൂട്ടുമ്പോൾ -5. നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാ? x-3ഉം x-2. സ്പ്ലിറ്റ് ചെയ്യാൻ അറിയത്തില്ലേ? ഈക്വൽ ടു 0. അപ്പൊ എക്സിന് എനിക്ക് ഇവിടെ നിന്ന് 2 ഉത്തരം കിട്ടും. x=2ഉം കിട്ടും, x=3ഉം കിട്ടും. ഇത് കിട്ടിയാൽ ഉടനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അതായത് സി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഇതാണ് സി ഡാഷ് ഓഫ് എക്സ്. സി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ 6x²ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 6x² ഡെറിവേറ്റീവ് 12x മൈനസ് 30x ഡെറിവേറ്റീവ് 30. ദെൻ ഇതിലേക്ക് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സി ഡബിൾ ഡാഷ് ഓഫ് 2 നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ. അപ്പൊ 12 × 2 മൈനസ് 30. ഉത്തരം കിട്ടുന്നത് 12 × 26 മൈനസ് 30 -6 എന്ന് കിട്ടും. -6 എന്ന് കിട്ടുന്നത് മിനിമം ആണോ മാക്സിമം ആണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? കോസ്റ്റ് വിൽ ബി മിനിമം. -6 എന്ന് കിട്ടുന്നത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആണ്. അപ്പൊ അയാളല്ല. അപ്പൊ അടുത്ത സി ഡബിൾ ഡാഷ് ഓഫ് 3 കണ്ടുപിടിക്കും. 3 ഇട്ട് കൊടുക്കുമ്പോൾ 12 × 3 മൈനസ് 30. അപ്പൊ 36 മൈനസ് 30 6 എന്ന് കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മിനിമത്തെയാണ്. മിനിമം കിട്ടുന്നത് എവിടെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിനിമം കിട്ടുന്നത് എവിടെയാണ്? 3യിലാണ്. സോ x=3 is the right answer. ഇതായിരുന്നു ആ ചോദ്യം. ഇതൊന്നുകൂടെ പറയാനാണോ? പിന്നെ എന്താ പറയാലോ. ഇത് ആവശ്യമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു. വാ, സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 15. മക്കളെ, ഇതിനാദ്യം ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ റൂൾസ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ഫംഗ്ഷൻ നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ അതിന്റെ മിനിമം ഓർ മാക്സിമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ പരിപാടി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പരിപാടി ഈ കിട്ടുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവിനെ എടുത്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ എക്സിന് നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. നമുക്ക് എ ബി സി ഇങ്ങനെ വിളിക്കാം. എത്ര എണ്ണം കിട്ടും എന്ന് വെച്ചാൽ അതിനനുസരിച്ചിരിക്കും. മൂന്നാമത് നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷിനകത്തേക്ക് മുകളിൽ കിട്ടിയ വാല്യൂസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇടണം, എഫ് ഡബിൾ ഡാഷ് ഓഫ് ബി, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് മിനിമം പോയിന്റ് ആയിരിക്കും. കിട്ടുന്ന ഉത്തരം ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് മാക്സിമം പോയിന്റ് ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതാണ്ട് സി ഡാഷ് ഓഫ് എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3 × 2 6x² വരും. മൈനസ് 15x² ഡെറിവേറ്റീവ് 30x വരും. 36x ഡെറിവേറ്റീവ് 36 വരും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് ഇതിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ 6x² മൈനസ് 30x പ്ലസ് 36 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ചെറുതാവും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6x² x² ആയിട്ട് മാറും. 30x 5x ആയിട്ട് മാറും. 36 6 ആയിട്ട് മാറും. ഈക്വൽ ടു 0. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ്, രണ്ട് സിംഗിളുടെ പ്രോഡക്റ്റ് 2 6 ഗുണിക്കുമ്പോൾ സമ്മ് -5 കിട്ടണം. അപ്പൊ x-2 × x-3 = 0. അപ്പോൾ ഇവിടെ x ആരെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. x 3 എന്ന് കിട്ടും. ഇത് ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് -b + or - വെച്ചിട്ട് സോൾവ് ചെയ്യണം. അതറിയാലോ. ഇത് കിട്ടിയാൽ അടുത്ത ചെയ്യേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിന്റെ പേരാണ് സി ഡബിൾ ഡാഷ് ഓഫ് എക്സ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ എടുത്ത് വെച്ചേക്കുന്ന ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കണം. ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടെ എടുക്കണം. 6x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 12x വരും. മൈനസ് 30x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 30 വരും. മറ്റേ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യം ഞാൻ 2 ഇട്ട് കൊടുത്തു. 2 ഇട്ട് കൊടുത്താൽ 12 × 2 - 30 എന്ന് വരും.
12 × 2 24 24 മൈനസ് 30 എന്ന് പറഞ്ഞാൽ -6 കിട്ടുക. -6 ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 എന്ന് വന്നാൽ ഞാൻ എന്തോ പറഞ്ഞു തന്നെ, അത് മാക്സിമം ആണെന്നാ പറഞ്ഞു തന്നെ. അപ്പൊ അടുത്ത C ഡബിൾ ഡാഷ് ഓഫ് അടുത്ത വാല്യൂ 3 ഇട്ട് കൊടുക്കുന്നു. 3 ഇട്ട് കൊടുത്താൽ 12 × 3 മൈനസ് 30. 12 × 3 എന്ന് പറയുമ്പോൾ 36. 36 മൈനസ് 30 എന്ന് വരും. 36 മൈനസ് 30 6 ആണ്. 6 ഗ്രേറ്റർ ദാൻ 0 ആണ്. 6 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിനിമം. അപ്പൊ മിനിമം കിട്ടുന്ന എവിടെ നിന്നായിരുന്നു നമ്മുടെ ചോദ്യം. മിനിമം കിട്ടിയത് എവിടെയാണ്? എക്സിന് പകരം 3 കൊടുത്തപ്പോഴാണ് മിനിമം കിട്ടിയത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് ദി റൈറ്റ് ആൻസർ. എന്താണ് ഓക്കെ ആണോ നോക്കി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത 24ാമത്തെ ചോദ്യം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x² - 7x - 9. നോക്കൂ, x² - 7x - 9 ഈക്വൽ ടു 0. x² - 7x - 9 ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് റൂട്ടിന്റെ ഡിഫറൻസിന് പകരം റൂട്ടിന്റെ സം ഒക്കെ നമുക്ക് കിട്ടും എളുപ്പത്തിൽ. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം. ആരാ? -7 ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പൊ ആൻസർ 7 എന്ന് കിട്ടും. ആൽഫ ബീറ്റ നമുക്കറിയാം, C/A ആണ്. C എന്ന് പറഞ്ഞാൽ -9/A എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ആൻസർ അത് -9 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ആൽഫ മൈനസ് ബീറ്റ ആണ്. ആൽഫ മൈനസ് ബീറ്റ കാണാനുള്ള ഐഡിയ, ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. അപ്പോ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈ ഫോമിലേക്ക് തന്നിട്ടുള്ളതാണ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ 7ന്റെ സ്ക്വയർ -4 ഇൻറ്റു ആൽഫ ബീറ്റ -9. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7ന്റെ സ്ക്വയർ 49 പ്ലസ് ആവും 36 ആയിട്ട് മാറും. ദെൻ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കൂട്ടുമ്പോൾ 1 കൂട്ടി 60 60ഉം 35 95 95 എന്ന് വരും. 95 85 എന്ന് വരും. 50 35. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് സ്ക്വയർ അപ്പുറത്തോട്ട് പോകും, റൂട്ടായിട്ട് മാറും. √85 ഓപ്ഷനകത്തുണ്ട്.
ഓക്കെ. ദെൻ 25ാമത്തെ ചോദ്യം. 25. a raised to 1/2 into a raised to 1/4 into a raised to 1/8 etc. up to infinity. അങ്ങനെ ആണെങ്കിൽ അതിന്റെ ആൻസർ എത്ര ആണല്ലേ? അത് നമുക്ക് ചെയ്യാം. അത് മറ്റേ ഇൻഫൈനൈറ്റ് GP എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട a raised to 1/2 into ഇതുവരെ കഴിയട്ടെ a raised to 1/4 into a raised to 1/8 into etc. up to infinity എന്നാണല്ലോ. ഇതിനെ നമുക്ക് a raised to എങ്ങനെ എഴുതാം? 1/2 plus 1/4 plus 1/8 plus etc. up to infinity എന്ന് എഴുതി കൂടെ? അങ്ങനെ എഴുതിയാൽ ഇൻഫൈനൈറ്റ് GPയുടെ സം നമ്മൾ പഠിച്ചു, a/1 - r ഇങ്ങനെ സം പഠിച്ചു. ഈ GPയിൽ ഫസ്റ്റ് ടേം a എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അടുത്ത ടേം കോമൺ റേഷ്യോ 1/2 തന്നെയാണ്. 1/2നെ 1/2 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ 1/4 കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ a raised to a/1 - r. ഈ ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. 1/2/1 - 1/2 അപ്പൊ ഈക്വൽ ടു a raised to 1 - 1/2 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1/2 തന്നെയാണ്. 1/2/1/2 1 ആണ്. a raised to 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a. ഓപ്ഷൻ ഡി എ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ 1-2 ചോദ്യങ്ങളോടെ പറഞ്ഞ് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. 4 മണിയോട് കൺക്ലൂഡ് ചെയ്യാം, പിന്നെ ബ്രേക്ക് ഇടണ്ടല്ലോ. ഓക്കെ, 26ാമത്തെ ചോദ്യം നോക്കൂ. 26ാമത്തെ ചോദ്യം. എ സം കോമ്പൗണ്ടഡ് ആനുവലി becomes 25/16 times of itself in 2 years. Then rate of interest per annum. നമ്മൾ നേരത്തെ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തു, ഒന്ന് ചെയ്ത് നോക്കിയത്. എ സം കോമ്പൗണ്ടഡ് ആനുവലി become 25/16 times of itself in 2 years. The rate of interest per annum is 0. ചെയ്തോ? ഒന്നുമില്ലടാ. ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ a is equal to p into 1 plus r/100 the whole raised to n. ഇവിടെ p എന്ന് പറഞ്ഞ ആള് പ്രിൻസിപ്പൽ എമൗണ്ട് 25/16 ആയിട്ട് മാറി എന്നാ പറഞ്ഞത്. 25/16 ടൈംസ് p is equal to p into 1 plus r/100. r അറിയത്തില്ലല്ലോ, r/100 the whole raised to n. 2 വർഷം എന്നല്ലേ പറഞ്ഞു, 2. അപ്പൊ p അടിച്ചു. ദെൻ സ്ക്വയർ റൂട്ടിന് ഇപ്പുറം വന്നാൽ 25ന്റെ റൂട്ട് 5 ആവും, 16ന്റെ റൂട്ട് 4 ആവും, ഈക്വൽ ടു 1 plus r/100 ആയിട്ട് മാറും. 1 ഇപ്പുറം വന്നാൽ r/100 ഈക്വൽ ടു 5/4 മൈനസ് 1 ആയിട്ട് മാറും. അപ്പൊ ഇവിടുന്ന് r/100 ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. അപ്പൊ r is equal to നമുക്ക് 25 എന്ന് കിട്ടും. സോ the rate is 25%.
ഓക്കെ. ദെൻ 27ാമത്തെ ചോദ്യം. കുറെ പേര് ചെയ്ത് മെസ്സേജ് അയച്ചു കേട്ടോ. കുറെ പേര് ആൻസർ ചെയ്തു. 27ാമത്തെ ചോദ്യം നോക്കൂ. Which should be subtracted from 23, 30, 57 and 78 so that the remaining numbers are in proportion. അതായത് ഈ നമ്പറുകളിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാൽ ഇവർ പ്രപ്പോർഷണൽ ആവുമെന്നാണ് ചോദ്യം. പ്രപ്പോർഷണൽ ആവും. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ഓപ്ഷൻ വെച്ചിട്ടല്ല ഇതിന്റെ കാര്യം ഒന്ന് അറിയണ്ടേ. എപ്പോഴും ഓപ്ഷൻ വെച്ച് നടന്നില്ലെങ്കിലോ. 23, 30, 57, 78 ഇവര് പ്രപ്പോർഷണൽ ആകണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? ഇതേ ഇൻറ്റു ഇത് എന്ന് പറയുന്ന സാധനം ഇതേ ഇൻറ്റു ഇതിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിന് എന്ത് കുറച്ചാൽ പറഞ്ഞത്? ഞാൻ എക്സ് കുറയ്ക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ ഇത് 23 മൈനസ് എക്സ് ആയിട്ട് മാറും. ഇയാൾ 30 മൈനസ് എക്സ് ആയിട്ട് മാറും. ഇയാൾ 57 മൈനസ് എക്സ് ആയിട്ട് മാറും. ഇയാൾ 78 മൈനസ് എക്സ് ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യണം? അറ്റത്ത് രണ്ടുപേരെ ഗുണിക്കണം. 23 മൈനസ് എക്സ് 23 മൈനസ് എക്സ് ഇൻറ്റു 78 മൈനസ് എക്സ് ഈക്വൽ ടു ആരായിരിക്കും? 30 മൈനസ് എക്സ് ഇൻറ്റു 57 മൈനസ് എക്സ് 57 മൈനസ് എക്സ്. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. ഓപ്ഷനകത്തുള്ള വാല്യൂസ് ഏതൊക്കെയാ? 4 4 4 4 കൊടുത്ത് നോക്കിയാൽ 4 കുറച്ചിട്ട് ഒന്ന് ഗുണിച്ച് നോക്കാം. കിട്ടുന്നുണ്ടോ നോക്കാം. 5 നോക്കാം, 6 നോക്കാം, 7 നോക്കാം. അത്രയാണ് നോക്കണം. അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോകും. പിന്നെ എക്സിന്റെ ടൈം മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഒന്ന് നോക്കി ഉത്തരം പറ. ഓക്കെ, 6 ആണ് ആൻസർ കിട്ടുന്നത്. കുറെ പേര് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ശരിയാണ്. ഓപ്ഷൻ സി ശരിയാണ്. യെസ്. ദെൻ 28ാമത്തെ ചോദ്യത്തിലേക്ക് വരും. 28ാമത്തെ ചോദ്യം. 28ാമത്തെ ചോദ്യം പറയുന്നത് റുപ്പീസ് 2600 വെയർ ഗിവൺ ഓൺ ഇൻട്രസ്റ്റ് ഇൻ 2 പാർട്സ്. 2 പാർട്ടായിട്ട് മുറിച്ച് കൊടുത്തു. അത് ഇൻട്രസ്റ്റിനായിട്ട് ഇടാൻ കൊടുത്തു. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട് ഇൻ 3 years, simple interest of the first part in 3 years with 5% interest rate is equal to with 5% interest rate is equal to simple interest of second part in 6 years with 4% of rate of interest. What is the second part? Second part എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യൂ. അതായത് 2600 രൂപ രണ്ടായിട്ട് ഇട്ടു. ആദ്യ സ്ഥലത്തിട്ട് എത്രയാണെന്ന് അറിയത്തില്ല, എക്സ് ആയിക്കോട്ടെ. രണ്ടാം സ്ഥലത്തിട്ട് 2600 മൈനസ് എക്സ് ആണ്. ഒരിടത്തിട്ടത് ഫസ്റ്റ് പാർട്ട് 3 വർഷത്തേക്ക് 5% പലിശ, 3 വർഷത്തേക്ക് 5%. മറ്റിടത്തിട്ടത് 6 വർഷത്തേക്ക് 4%, 6 വർഷത്തേക്ക് 4%. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എത്രയാണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് ഈ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് ചെയ്യാൻ, ഞാൻ ഈ കോളം എടുത്തു.
ചെയ്തപ്പം കുറച്ച് പേര് ആൻസർ ഡി നിട്ടിട്ടുണ്ട്, 1000 നിട്ടിട്ടുണ്ട്. ശരിയാണ്, 1000 രൂപയാണ്. ഇത് വലിയ സംഭവം ഒന്നും അല്ലടാ. അതാണ്ട് ഇവിടെ എക്സ് ആണ് എമൗണ്ട്. എക്സ് ഇൻറ്റു 3 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 6 ഇൻറ്റു ഇവിടെ 26 മൈനസ് 3600 മൈനസ് 2600 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 100. ഇതാണ് സാധനം. ഇവിടുത്തെ 100 വെട്ടിപ്പോവും. ഇവിടുത്തെ 3ഉം 6ഉം വെട്ടിയാൽ ഇവിടെ 2 വരും. ഇവിടെ ബാക്കിയുള്ളത് 5x വരും. ഇവിടെ 4 2 8 ഇൻറ്റു 2600, എത്ര എനിക്ക് അറിയത്തില്ല, മൈനസ് 8x എന്ന് വരും. അതിപ്പുറത്തിനും 13x എന്ന് വരും. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 2600 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. ദെൻ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതിന്റെ ആൻസർ 1600 എന്ന് കിട്ടും. 1600. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ 1600 ആണ്. സെക്കൻഡ് പാർട്ടാ ചോദ്യം. അത് 1000 രൂപ എന്ന് കിട്ടും. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എന്തോന്റെ പേര് ലീനിയർ ഇൻഇക്വാലിറ്റിയോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഓർഗനൈസേഷൻ employer required maximum 10 employees. In an organization, employer required. മക്കളുടെ 4 മണിയാകുമ്പോൾ നിർത്തൂടാ, ക്ലാസ് നിർത്തും. സ്വാതിക ബ്രേക്ക് ചോദിച്ചേക്കും. 4 മണിയാകുമ്പോൾ നിർത്തും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. ഇൻ ആൻ ഓർഗനൈസേഷൻ employer required maximum 10 employees. 10 എംപ്ലോയീസിനെ വേണം. എക്സ് ആൻഡ് വൈ ആർ ദ നമ്പേഴ്സ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്ലി. ദെൻ വിച്ച് ഇൻഇക്വാലിറ്റി ഷോസ് ദ റൈറ്റ് റിലേഷൻ. അതിനകത്ത് ഏത് ആണ് റൈറ്റ് റിലേഷൻ കൊടുക്കുന്നത് എന്ന് പറയാമോ? എക്സും വൈയും എക്സ് ഈസ് ഫീമെയിൽ ആൻഡ് വൈ ഈസ് എക്സ് ഈസ് മെയിൽ ആൻഡ് വൈ ഈസ് ഫീമെയിൽ. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എംപ്ലോയർ റിക്വയർഡ് മാക്സിമം 10 എംപ്ലോയീസ്. മാക്സിമം 10 എംപ്ലോയീസ്. 10 10 താഴെയോ ആണ് വേണ്ടത്. സോ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടോ? ഓർത്തിരുന്നോണം കേട്ടോ, മാക്സിമം. അതുപോലെ അറ്റ്ലീസ്റ്റ് എന്നാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് എന്നാ പറഞ്ഞെങ്കിൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അറ്റ്ലീസ്റ്റ് എന്ന വാക്ക് മീൻ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് ഓർത്തിരുന്നോണം കേട്ടോ. ഇവിടുത്തെ ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി. യു ആർ റൈറ്റ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ സ്കോപ്പിൽ നമ്മൾ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു ചോദ്യമാണിത്. ഡിസ്കസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ലിമിറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്തേക്ക് ഡയറക്റ്റ് എക്സിന് പകരം 3 കൊടുക്കാൻ പറ്റത്തില്ല. എക്സിന് പകരം 3 കൊടുത്താൽ മുകളിലും താഴെയും 0 വരും. അതിനെ നമ്മൾ 0/0 ഫോം എന്നാണ് വിളിക്കുക. അപ്പൊ നമുക്ക് 0/0 എന്ന് കിട്ടിയാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 നിങ്ങൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. ഓർമ്മയുണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 നമുക്ക് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ എക്സ് മൈനസ് 3യും ഇവിടുത്തെ ഒരു എക്സ് മൈനസ് 3യും വെട്ടിപ്പോകും. ഇനി എക്സിന് പകരം എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. എക്സിന് പകരം 3 കൊടുത്താൽ 3 മൈനസ് 3 ഉത്തരവായിരുന്നു കിട്ടും, 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി ഞാൻ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വേറൊരു മാർഗം പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ച് കേട്ടോണം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഇങ്ങനെ വരുന്നൊരു ചോദ്യം. ഈ ചോദ്യം നമുക്ക് ഒരു ബാലികറാമലയായിട്ട് വരുന്ന എപ്പോഴാണ്? ഈ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ്. ഉത്തരം കിട്ടാതിരിക്കുന്ന എപ്പോഴാണ്? 0/0 എന്ന് വരുമ്പോഴാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടാൻ എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഫാക്ടറൈസ് ചെയ്യാനൊന്നും പോകണ്ട. പകരം ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് അങ്ങോട്ട് എഴുതി വെക്കുക, ഡിനോമിനേറ്ററിന്റെയും ഡെറിവേറ്റീവ് അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഈ വാല്യൂ കൊടുത്തോളൂ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്കത് ഈ പറഞ്ഞ ചോദ്യത്തിൽ നടക്കും നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 3 ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 6xന്റെ ഡെറിവേറ്റീവ് 6 ആണേ, ഡിവൈഡഡ് ബൈ 6 ആണ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ല, 6 എന്ന് മാത്രമേ ഉള്ളൂ. 6 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1. തീർന്നു. ഇനി ഇവിടുത്തെ എക്സിന് പകരം 3 കൊടുക്കട്ടെ. 2 × 3 മൈനസ് 6. 2 × 3 6 മൈനസ് 6 0. കിട്ടിയാണ്ടോ? 0. അതൊരു എളുപ്പമുള്ള പരിപാടിയാണ്. ഇതിന്റെ പേരുണ്ട്. ഇതിന്റെ പേര് എൽ ഹോപ്പിറ്റൽ റൂൾ എന്നൊക്കെ എന്റെ പേര്. എൽ ഹോപ്പിറ്റൽ റൂൾ. അത് റൂളിന്റെ പേര് അറിഞ്ഞില്ലെങ്കിലും സാധനം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം, ലിമിറ്റ്സിൽ ഇത്തരം ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് 0/0 വരുന്ന ഫോമിൽ വരുന്ന ആൾക്കാരെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഓക്കെ. ദെൻ 31ാമത്തെ ചോദ്യം നോക്കൂ. 31ാമത്തെ ചോദ്യം. കാണുമ്പോൾ തന്നെ വലിയൊരു ചോദ്യമാണ്. നമുക്കതിനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നിങ്ങൾ കാണുന്നുണ്ടാവില്ല, n ടെൻസ് ടു ഇൻഫിനിറ്റി. ഞാൻ അവിടെ നിന്ന് എല്ലായിടത്തും ഒരു 1/, അത് ചെയ്യാൻ പോകുന്നത് n ടെൻസ് ടു ഇൻഫിനിറ്റിയുടെ ക്വസ്റ്റ്യനാ പറയുന്നത്. നോക്കൂ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അതിനെ ഞാൻ 1/,
അതിനെ 1/1 - ഞാൻ ഇനി കോമൺ എടുത്തു. എല്ലായിടത്തും ഒരു 1/1 - കിടപ്പുണ്ട്. പിന്നെ അകത്ത് വരുന്ന 1 + 2 + 3 പ്ലസ് ഇങ്ങനെ പോയി എക്സെട്രാ പ്ലസ് n/1 - ഇല്ലല്ലോ, n മാത്രമേ ഉള്ളൂ. 1/1 - നമ്മൾ ഇനി എടുത്തല്ലോ. ഇത്ര സാധനം അവിടെ വരും. ബാക്കി നമ്മൾ ചെയ്യുന്നത് എന്താ നോക്കി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ത് ചെയ്യുന്നുള്ളതാണ് അവരുടെ സംശയം. n ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - ഞാൻ അതുപോലെ എഴുതി. ഇത് നമുക്കറിയാം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്ത് വരുന്നതാ, n × n+1 / 2. ഓക്കെ ആണേ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഈ 1 - n² 1 + n × 1 - n എന്ന് എഴുതാമല്ലോ, ഇൻറ്റു n × n+1 / 2. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ n+1 ഇവിടുത്തെ n+1 കട്ടായി പോകും. അപ്പൊ ബാക്കി ഇനി ഇവിടെ ഉള്ളത് എന്താണെന്ന് നോക്കി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n / 2 - 2n. ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കേട്ടോ, 2 - 2n. ഇനി ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് സംഭവിക്കും, ഡയറക്റ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ ∞/∞ എന്നായി പോകും, നമുക്ക് ഉത്തരം കിട്ടാതായി പോകും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഐഡിയ ഉപയോഗിച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് n-ന്റെ ഡെറിവേറ്റീവ് 1, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 2-ന്റേത് 0 -2n-ന്റേത് -2. ഇനി n-ന് പകരം ഇൻഫിനിറ്റി കൊടുക്കാൻ ഇവിടെ n ഇല്ല. അപ്പൊ ആൻസർ ആരെന്ന് കിട്ടും, 1/-2. ഇൻഫിനിറ്റി വരുന്ന ഒരു 99% ചോദ്യവും നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇൻഫിനിറ്റി വരുന്ന 99% ചോദ്യത്തെയും നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കഴിഞ്ഞെങ്കിൽ 32ാമത്തെ ക്വസ്റ്റിനോട് പതി നിർത്തിയേക്കാം. കഴിഞ്ഞെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറയൂ, ഒരു ഓക്കെ പറയൂ. ഓക്കെ ഡൺ. യെസ്. അപ്പൊ നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 32th ക്വസ്റ്റ്യൻ നോക്കൂ, 32ാമത്തെ ചോദ്യം. ഇവിടെ എയും ബിയും സിയും എ പിയിലാണെങ്കിൽ ചോദ്യം ഇതാണ്, a³ + 4b³ + c³ ab × a² + c² എത്രയാണ്? ഇത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഇതേപോലെ ആക്കിയെടുക്കാൻ കുറെ സ്റ്റെപ്പ് എടുക്കും. അപ്പൊ കുറെ സ്റ്റെപ്പ് ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള പരിപാടി, എയും ബിയും സിയും എ പിയിലാണെന്ന് പറഞ്ഞില്ലേ, എക്കും ബിക്കും സിക്കും എ പിയിലാകത്തക്ക രീതിയിൽ ഒരു വാല്യൂ കൊടുക്കും. 0 ഒഴിച്ച് എന്തും കൊടുക്കാം നിങ്ങൾക്ക്, എ പി ആവണം. അപ്പൊ വെറുതെ നമുക്ക് 1, 2, 3 എന്ന് കൊടുത്താൽ എ പി അല്ലേ, 1, 2, 3 എ പി ആണല്ലോ. 1, 2, 3 എ പി ആണല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 1, 2, 3 എന്ന് കൊടുക്കുന്നില്ല, ഞാൻ 1, 1, 1 എന്ന് കൊടുക്കും, അന്നേരം എ പി അല്ലേ, അന്നേരം എ പി ആണല്ലോ. 1, 1, 1 0 വീതം കൂടി പോകുന്ന എ പി ആയിക്കോട്ടെ. ഞാനിത് വാല്യൂ കൊടു, a³ 1-ന്റെ ക്യൂബ് 1, 4 × b³ 4, 1-ന്റെ ക്യൂബ് 1 / 1 × 1-ന്റെ സ്ക്വയർ 1, 1-ന്റെ സ്ക്വയർ 1. അപ്പൊ ആൻസർ 4, 2, 5, 1, 6, 6/2. 6/2 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. ഓപ്ഷനിൽ 3 ഉണ്ട്, 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പൊ ചിലർ ചോദിക്കും, സാർ 1, 1, 1 കൊടുത്തോണ്ടല്ലയോ അങ്ങനെ കിട്ടിയത്? അല്ല. ഇപ്പൊ ഞാൻ 1, 2, 3 എന്നാ കൊടുത്തേന്ന് വെച്ചു, അങ്ങനെ കൊടുത്താലും ഇതേ കിട്ടത്തുള്ളൂ. 1-ന്റെ ക്യൂബ് 1, 4 × 2-ന്റെ ക്യൂബ് 8, 8 × 4 32 ആണേ, പ്ലസ് 3-ന്റെ ക്യൂബ് 27 / b എന്ന് പറഞ്ഞാൽ 2 × a², 1-ന്റെ സ്ക്വയർ 1, c², 3-ന്റെ സ്ക്വയർ 9. മേളിൽ കൂട്ടുമ്പോൾ 60 എന്ന് വരും, 60. താഴെ കൂട്ടുമ്പോൾ 9, 10, 2, 20 എന്ന് വരും. കട്ട് ചെയ്ത് നോക്കൂ, അവിടെയും 3 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ അതിൽ ഏതൊരു എ പിയിലെ 3 നമ്പേഴ്സ് കൊടുത്താൽ അത് എ പി ആയിരിക്കണം എന്നേ ഉള്ളൂ, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ അത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, റാൻഡം പുട്ടി. ഓക്കെ, 1, 1, 1, 1 GP ആണല്ലോ. 1, 1, 1 GP ആണ്. 1-നെ 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1 കിട്ടുക. 1-നെ 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1 കിട്ടുക. അത് GP ആണ്, AP ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് നോക്കാം.
കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, എങ്കിലേ നമുക്ക് സ്കോർ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ട് കിട്ടാത്തൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇതെന്റെ നമ്പറാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, ചുമ്മാതിരുന്നേ. ഇത് ടെക്സ്റ്റ് ചെയ്തിട്ടിരുന്നാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ ക്വസ്റ്റ്യൻ്റെ PDF ആണോ? ഈ ക്വസ്റ്റ്യൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇടാം. പിന്നെന്താ, ഞാൻ രണ്ടെണ്ണം ഇട്ടേക്കാം. 2 ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. ഇതിനകത്തൊരു 10-45 ക്വസ്റ്റ്യനോളം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇട്ടേക്കാം, ഞാൻ 2 ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു 2025 എന്ന് പറഞ്ഞ വർഷത്തിലൂടെ നമ്മൾ കയറി പോവാണ്. ഇന്ന് 2025ന്റെ തുടക്കമാണ്. 2025 നമ്മളെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഭയങ്കര വലിയ വർഷമാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയ പരിപാടികളൊക്കെ നടക്കാൻ പോവാണ്. അടിപൊളി വർഷമായിരിക്കട്ടെ. 2025 എല്ലാവർക്കും എല്ലാ സക്സസ് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം കേട്ടോ, അല്ല വെറുതെ പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാ സക്സസ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.